നമസ്തേ, ഞാൻ വി എസ് കൃഷ്ണരാജ്. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. BJP വളർച്ച തുറന്നു സമ്മതിച്ച് CPM. പാർട്ടി വോട്ടുകൾ BJPയിലേക്കെന്ന് സംഘടനാ റിപ്പോർട്ട്. ശക്തി കേന്ദ്രങ്ങളിലും വൻ വോട്ടു ചോർച്ച. ഗൗരവത്തോടെ കാണണമെന്ന് MV ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ. സംസ്ഥാന സമ്മേളനം ഇന്നു മുതൽ കൊല്ലത്ത്. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ വീണ്ടും ഭേദഗതി. അസോസിയേറ്റ് പ്രൊഫസറെയും പ്രോ വിസിയാക്കും. നീക്കം വിസിക്ക് മേൽ അധികാരം ഉറപ്പിക്കാനെന്ന് വ്യക്തം. മന്ത്രി ആർ ബിന്ദു ഇടത് സംഘടനകളുടെ ചൊൽപ്പടിയിലെന്ന ആരോപണം. ഹമാസിന് അമേരിക്കയുടെ അന്ത്യശാസനം. മുഴുവൻ ബന്ദികളെയും ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ വെറുതെ വിടില്ല. മരിച്ചവരുടെ മൃതദേഹം കൈമാറണം. ഇല്ലെങ്കിൽ ഇസ്രയേലിന് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ വിദേശ നയം മാറ്റം അനുകൂലം. ട്രംപിൽ പ്രതീക്ഷയുണ്ടെന്ന് എസ് ജയശങ്കർ. പാക് അധിനിവേശ കശ്മീർ തിരിച്ചുപിടിക്കും. ലഹരി വഴികളിലൂടെ പോലീസ്. രാജ്യാന്തര ബന്ധങ്ങളുടെ ഉറവിടം തേടി NCBയും. കൊച്ചിയിലേക്കുള്ള ലഹരിക്കടത്തുകളിൽ അന്വേഷണം ഊർജിതം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ. ദക്ഷിണാഫ്രിക്കയെ 50 റൺസിന് തകർത്ത് കിവികൾ. കലാശ പോരാട്ടം ഞായറാഴ്ച ദുബായിൽ. ദേവിക, ഈ BJPയിലേക്ക് CPM വോട്ടുകൾ ചോരുന്നു എന്ന കാര്യം മുൻപ് പലവട്ടം CPM സമ്മതിച്ചതാണ്, പല രേഖകളിൽ വന്നതാണ്. പക്ഷേ ഇത്തവണ CPM സംസ്ഥാന സമ്മേളനത്തിലെ MV ഗോവിന്ദൻ അവരുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിൽ സമ്മതിക്കുന്നു എന്നതാണ്. അതായത് ശക്തി കേന്ദ്രങ്ങളിൽ പോലും പാർട്ടിക്ക് അടിതെറ്റുന്നു, കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു. അത് BJPക്ക് ശക്തി പകരുന്ന വിധത്തിലാണ്. അത് ഗൗരവമായി എടുക്കണമെന്ന് CPMനെ പോലൊരു സംഘടനാ സംവിധാനമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് സംസ്ഥാന സമ്മേളനത്തിൽ പറയാൻ പോവാണ്. അപ്പോൾ അത് വളരെ ആശങ്ക, അങ്കലാപ്പ്, നെഞ്ചിടിപ്പ് ആ പാർട്ടിക്ക് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് അവരുടെ സംസ്ഥാന സമ്മേളനം എന്ന് നമ്മൾ പറയേണ്ടി വരും. അതായത് ശക്തി കേന്ദ്രങ്ങളിലടക്കം BJPയിലേക്ക് വോട്ട് ചോരുന്നതായാണ് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാന സമ്മേളനത്തിൽ MV ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത്. വോട്ട് ചോർച്ച ഗൗരവത്തോടെ കാണണമെന്നും പറയുന്നുണ്ട്. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരും. മനോജ്, പലവട്ടം ഇത് സമ്മതിച്ചതാണ്, അണികൾ ഇത് പരക്കെ പറയുന്നതുമാണ്. ഈ പാർട്ടിയോടുള്ള രോഷം പ്രകടമാക്കി പലരും BJPയിലേക്ക് പോകുന്നത് ഗ്രാമപ്രദേശങ്ങളിലടക്കം നമ്മൾ കാണുന്നുമുണ്ട്. പക്ഷേ ഇതാദ്യമായി MV ഗോവിന്ദൻ പറയാൻ പോകുന്നു, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഒരു സംഘടനാ റിപ്പോർട്ടുണ്ട്. അതായത് ഈ പ്രതിനിധി സമ്മേളനത്തിലാണ് ഇന്ന് MV ഗോവിന്ദൻ ഇത്തരത്തിലൊരു റിപ്പോർട്ട് അവതരിപ്പിക്കുക. ഈ സംഘടനാ റിപ്പോർട്ടിലാണ് ഈ വോട്ട് ചോർച്ചയെക്കുറിച്ച്, അതായത് CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും BJPയിലേക്ക് വോട്ട് പോകുന്നു എന്നുള്ള കാര്യം, അക്കാര്യമാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും വലിയ വിമർശനം തന്നെയാണ് ഈ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും കൊടുത്തിട്ടുള്ള ഈ തിരഞ്ഞെടുപ്പ് സാഹചര്യവുമായി വിലയിരുത്തിയിട്ടുള്ള കണക്കുകളൊക്കെ തെറ്റാണ് എന്നുള്ള കാര്യമാണ് ഈ സംഘടനാ റിപ്പോർട്ടിലെ മറ്റൊരു വിമർശനം. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തൃശ്ശൂരിലെ വിജയമടക്കം, അതായത് സുരേഷ് ഗോപി വിജയിച്ചതടക്കം ഈ സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഗൗരവപരമായി കണ്ടില്ലെങ്കിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ള കാര്യമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം
ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കനത്ത തോൽവി നേരിടേണ്ടി വന്നു. അതിനുശേഷം നടന്നിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ വലിയ ക്ഷീണം, അതായത് ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് അടക്കം BJP-യിലേക്ക് വോട്ട് ചോർച്ചയുണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഗൗരവമായി കാണണമെന്നും അത് ഗൗരവമായി കണ്ടില്ലെങ്കിൽ ഇനി വരും കാലത്ത് BJP-ക്ക് കേരളത്തിൽ വലിയ വളർച്ചയുണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഈ സംഘടനാ റിപ്പോർട്ടിലൂടെ മനസ്സിലാകുന്നത്. കാരണം CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിൽ പാർട്ടി അത്രത്തോളം ഗൗരവമായി കാണുന്ന കാര്യം തന്നെയാണ് BJP-യിലേക്ക് വോട്ട് പോകുന്നു എന്നുള്ളത്. അത് പല ജില്ലാ സമ്മേളനങ്ങളടക്കം ഇത് ചർച്ചയായിരുന്നു. പല വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പലയിടത്തും വിഭാഗീയത നിലനിന്നിരുന്ന സാഹചര്യം, അവിടെയൊക്കെ തന്നെ വോട്ട് BJP-യിലേക്ക് പോയി എന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നു. എന്തായാലും സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രതിനിധി സമ്മേളനം ഇന്ന് പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ഈ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇന്ന് ഈ നയരേഖയും അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ CPM-നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനമായും ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിട്ടുള്ള പരാമർശം, അതായത് തൃശ്ശൂരിൽ CPM-ഉം അതായത് CPI സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തോൽവി, അതായത് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നടക്കം വോട്ട് സുരേഷ് ഗോപിക്ക് പോയി എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് പാർട്ടിയും. അക്കാര്യം തന്നെയാണ് MV ഗോവിന്ദൻ ഇന്ന് ഈ സംഘടനാ റിപ്പോർട്ടിലൂടെ പറയുന്നത്. കാരണം പ്രതിനിധികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം കൂടെയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ, അതായത് ഈ തെറ്റ് തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ കനത്ത തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വരിക എന്നുള്ള കാര്യമാണ് ഈ സംഘടനാ റിപ്പോർട്ടിലൂടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇക്കാര്യം പലയിടത്തും ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ വന്ന സമയത്തും ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വോട്ട് ചോർച്ചയുണ്ടായി എന്നുള്ള വിലയിരുത്തലൊക്കെ പല മേഖലയിൽ നിന്നുമുണ്ടായി. എങ്കിലും ഇന്ന് സംസ്ഥാന സമ്മേളനത്തിൽ ഇക്കാര്യം ഗൗരവപരമായി തന്നെ അവതരിപ്പിക്കുവാൻ തന്നെയാണ് തീരുമാനം. MV ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ഇക്കാര്യങ്ങൾ മാത്രമല്ല പലതും, അതായത് വിമർശനങ്ങൾ ഒരുപാട് ഉയർന്നു വന്നിരുന്നു. BJP-യിലേക്ക് വോട്ട് ചോരുന്നു എന്ന കാര്യം സംഘടനാ റിപ്പോർട്ടിൽ വരികയും അത് ആദ്യ ദിനം തന്നെ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ BJP ഒരു പ്രധാന ചർച്ചാ വിഷയമായി ഈ സമ്മേളനത്തിൽ മാറും എന്നുറപ്പല്ലേ? തീർച്ചയായും അക്കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിൽ അത്തരത്തിലൊരു ഗൗരവമായിട്ടുള്ള കാര്യമായി തന്നെയാണ് BJP-യുടെ വളർച്ചയെ എടുത്തു കാണിക്കുന്നത്. കാരണം ഉദാഹരണങ്ങളുണ്ട്. അതായത് ത്രിപുര, ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ CPM-ന് വലിയ സ്വാധീനമുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ BJP-യുടെ വളർച്ച, അതോടൊപ്പം തന്നെ അവിടെയുണ്ടായ CPM-ന്റെ തകർച്ചയൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു. പിന്നാലെയാണ് കേരളത്തിലേക്ക് BJP-ക്ക് വോട്ട് ശതമാനം കൂടുന്നത്. അതായത് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് ശതമാനം വർദ്ധിച്ചു വരുന്നത് CPM തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ തന്നെയാണ് ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ വളർച്ച കേരളത്തിലുണ്ടാകും. അതോടൊപ്പം തന്നെ CPM-ന് പല ശക്തി കേന്ദ്രങ്ങളും നഷ്ടപ്പെടുമെന്നുള്ള കാര്യം തന്നെയാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് തന്നെയാണ് നേരത്തെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് തെറ്റിതിരുത്തൽ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അത് CPM പ്രധാനമായും ചർച്ച ചെയ്യുന്നതും ഇക്കാര്യം തന്നെയാണ്. എന്തായാലും സംഘടനാ റിപ്പോർട്ടിലടക്കം ഇന്ന് ചർച്ചയുണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ, വിഭാഗീയത ഉൾപ്പെടെ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള വിഭാഗീയതയൊക്കെ പ്രത്യക്ഷമായി നമ്മൾ കണ്ടതാണ്. ഈ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കടക്കം പ്രവർത്തകർ സമരവുമായി പോകുന്നു. അത്തരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ വോട്ട് ചോർച്ച പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കാരണം BJP-യിലേക്ക് CPM-ൽ നിന്നടക്കം നേതാക്കൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ പ്രവർത്തകരും നേതാക്കളടക്കം BJP-യിലേക്ക് പോകുന്ന ആ ഒരു ഒഴുക്ക് തടയണം. അതോടൊപ്പം തന്നെ ഈ വോട്ട് ചോർച്ച തടയണം എന്നുള്ള ലക്ഷ്യമാണ് ഇന്ന് ഈ ഒരു സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലൂടെ ഉള്ളത്. അത് ഗൗരവമായി തന്നെ കണ്ടുകൊണ്ടാണ് MV ഗോവിന്ദൻ ഇക്കാര്യം അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ തന്നെ മറ്റൊരു കാര്യം, അതായത് ഇനിയൊരു പിണറായി സർക്കാർ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് CPM പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു പല നേതാക്കളും പങ്കുവച്ചത്. പക്ഷേ അത് എങ്ങനെ എത്തിപ്പെടും, അല്ലെങ്കിൽ ഈ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ വോട്ട് ചോർച്ചയും പ്രതിഷേധങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനിയൊരു പിണറായി സർക്കാരിലേക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് പാർട്ടിക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ഒരു ആശയക്കുഴപ്പം കൂടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പാർട്ടി സമ്മേളനം ഇക്കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ തന്നെയാണ് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംഘടനാ റിപ്പോർട്ടിൽ BJP ഒരു മുഖ്യ ഘടകമായി BJP-യുടെ വളർച്ച ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൃഷ്ണരാജ്. മനോജ്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഉറപ്പാണ് LDF എന്നൊരു പ്രചാരണം CPM അടക്കം നടത്തിയിരുന്നുവല്ലോ. ആ ക്യാപ്ഷൻ അത് പറഞ്ഞുറപ്പിക്കാനുള്ള അവരുടെ ശ്രമം വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ CPM നേതാക്കൾ ഒരു ദിവസം 2-3 തവണയെങ്കിലും പറയുന്ന ഒരു കാര്യം 2-3 ദിവസമായി നമ്മൾ കേൾക്കുന്നതാണ്.
മൂന്നാമതും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്ന കാര്യം, ആ ഭരണത്തുടർച്ച ഉണ്ടാകും എന്ന പ്രചാരണത്തിൻ്റെ തുടക്കം ഒരു വശത്ത് നടക്കുമ്പോഴാണ് സംസ്ഥാന സമ്മേളനത്തിൽ അടിവേരറുക്കുന്ന സംഘടനാ സംവിധാനമായി നമ്മുടേത് മാറുന്നുവെന്ന കുറ്റസമ്മതം വരാനിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് ഈ അങ്കലാപ്പ് മറയ്ക്കാനുള്ള പ്രചാരണമാണ് നടക്കുന്നത്. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അങ്ങനെ ഒരു പ്രചാരണം നടക്കുമ്പോഴും അതിലെ കൃത്യമായിട്ടുള്ള ആശയക്കുഴപ്പം ഇത് തന്നെയാണ്. കാരണം വിമർശനങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രചാരണം കൂടെ നടക്കുന്നത്. എന്തായാലും ഈ തെറ്റിതിരുത്തൽ നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോയില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ള വാക്യം തന്നെയാണ് നേതാക്കൾക്ക് നൽകുന്ന നിർദ്ദേശം. എന്തായാലും എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം മുതലേ പറയുന്നുണ്ട്, അതായത് സമ്മേളനത്തിൽ വിമർശനങ്ങളും സ്വയം വിമർശനവും ഒക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം. അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു BJPയുടെ വളർച്ച എടുക്കുന്ന സമയത്ത് പാർട്ടി സ്വയം വിമർശിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ടാണ് പോയിരിക്കുന്നത്. കാരണം ശക്തി കേന്ദ്രങ്ങളെന്നൊക്കെ പറയുമ്പോൾ തന്നെ പല ജില്ലകളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും BJP ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള വോട്ടിൻ്റെ വർധനവ് അത് CPMനെ സംബന്ധിച്ചിടത്തോളം ചെറുതായൊന്നുമല്ല ക്ഷീണമേൽപ്പിച്ചത്. പിന്നീട് ഇങ്ങോട്ട് ഒരു മേഖലയും എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ പ്രാതിനിധ്യം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് CPM കണക്കാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ജില്ലാ സമ്മേളനത്തിൽ നടന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇന്ന് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന നയരേഖ, ഈ നയരേഖയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നടക്കും. അതിൽ നേരത്തെ ഈ നയരേഖയുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിലാണ് ഈ നയരേഖ അവതരിപ്പിച്ചിരുന്നത്. അതിനുശേഷം അതിൻ്റെ തുടർച്ചയായി പുതിയ നയരേഖയാണ് അവതരിപ്പിക്കുന്നത്. എന്തായാലും നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ള നയരേഖയിലുള്ള കാര്യങ്ങൾ, അതിൽ വിഭാവനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം പ്രാവർത്തികമായി എന്നുള്ള ചർച്ച നടക്കും. അതിൽ പ്രധാനമായി പറയുന്നത് ഈ പരമ്പരാഗത വ്യവസായങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊണ്ട് അതിനെ നവീകരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വാക്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ പരമ്പരാഗത വ്യവസായങ്ങളുടെ നട്ടെല്ലൊടിഞ്ഞ തരത്തിലാണ് പ്രവർത്തനമെന്നുള്ള വിമർശനമാണ് പിന്നീടുള്ള ജില്ലാ സമ്മേളനങ്ങളിൽ നടന്നിട്ടുള്ളത്. അതായത് അതിനുശേഷം ഈ വിഭാവനം ചെയ്ത കാര്യങ്ങളിൽ പലതും നടന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു കേൾക്കും. അതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധങ്ങളൊക്കെ ഈ സർക്കാരിനെതിരെ തുടർന്നു വരുന്ന സാഹചര്യമാണ്. അതിലാണ് നേരത്തെ പറഞ്ഞത്, മൂന്നാമതും ഒരു പിണറായി സർക്കാർ എന്നുള്ള ആ ഒരു പ്രചാരണം നടക്കുമ്പോഴും എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളത് പാർട്ടി നേതൃത്വത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രചാരണം ഒരു വശത്ത് നടക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ തെറ്റിദ്ധരുത്തൽ ഉണ്ടായില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട അനുബന്ധ പരിപാടിയിൽ MA ബേബി, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഉറപ്പാണ് എന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ പറഞ്ഞു നടന്നാൽ ഒരു അബദ്ധമായി പോകുമെന്നുള്ള കാര്യം MA ബേബി തന്നെ സമ്മതിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത്. അങ്ങനെ പ്രചാരണം നടന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല എന്നുള്ള ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ചില നേതാക്കളെങ്കിലും അറിയാതെയെങ്കിലും പറഞ്ഞു പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എന്തായാലും ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ BJPയുടെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വലിയ ചർച്ചയായിരിക്കും നടത്തുക. ഈ പൊതുചർച്ചയുണ്ടാകും, അതായത് പ്രതിനിധി സമ്മേളനം കഴിഞ്ഞ് അതിൻ്റെ ചർച്ചകളുണ്ടാകും. ഈ സംഘടനാ റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ നയരേഖയിലുമൊക്കെ ഉണ്ടാകുന്ന ചർച്ചകളിൽ ഈ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമെന്നുള്ളതാണ്. കാരണം ഓരോ ജില്ലകളിലും നടന്നിട്ടുള്ള സമ്മേളനങ്ങളെ നമുക്ക് അറിയാം. അവിടെ നിന്നൊക്കെ പൊട്ടിപ്പുറപ്പെട്ട വിമർശനങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അത്തരത്തിൽ വിമർശനം ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു നയം മാറ്റം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അതായത് മുൻപൊക്കെ എതിർക്കപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ഒരു നയം മാറ്റത്തിലൂടെ പാർട്ടി അത് നടപ്പാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ സമ്മേളനത്തിലാണ് ഈ സ്വകാര്യ സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അത്തരത്തിലൊരു നയമാറ്റത്തിലേക്ക് പാർട്ടി വീണ്ടും കടക്കുമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നീങ്ങിയില്ലെങ്കിൽ വീണ്ടും തിരിച്ചടി നേരിടേണ്ടി വരും, തെറ്റ് തിരുത്തിയില്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരും. ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് നേതാക്കൾ നൽകുന്ന നിർദ്ദേശം. എന്തായാലും ഈ MV ഗോവിന്ദൻ ഇന്ന് അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. BJPയുടെ വളർച്ചയും അതോടൊപ്പം തന്നെ വോട്ട് ചോർച്ച തന്നെയാണ് പ്രധാനമായും. അതായത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഉണ്ടാകുന്ന ക്ഷീണം അത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തൽ തന്നെയാണ് പിന്നീട് സംഘടനാ റിപ്പോർട്ടിൽ അക്കാര്യം ഗൗരവമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ച ഇനി നടക്കുന്നുണ്ടാവും. ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് ശേഷമാകും ഈ ചർച്ചകളൊക്കെ നടക്കുക. അതിനുശേഷം ഉണ്ടാകുന്ന വിമർശനങ്ങളും
മറ്റുള്ളതുമൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഏത് തരത്തിലാണ് നേതാക്കൾ ഇതിനെതിരെ ശബ്ദമുയർത്തുക, അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ എങ്ങനെയാണ് നേതാക്കൾ വിലയിരുത്തുക എന്നുള്ളതൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാകും. CPM ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJPയിലേക്ക് വോട്ട് ചോരുന്നു എന്ന തിരിച്ചറിവ് MV ഗോവിന്ദൻ സംഘടനാ റിപ്പോർട്ടിൽ അവതരിപ്പിക്കും. അത് ഗൗരവമായി കാണണമെന്ന് സംഘടനാ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകുന്ന ദിവസം മനോജ്. മാത്രമല്ല നമുക്കറിയാം CPMൽ ഇരട്ടത്താപ്പുകൾ കണ്ട് ശീലിച്ചാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു ഇരട്ടത്താപ്പ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടിയാണ്. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കമാകുമ്പോൾ അവഹേളനം നേരിടുകയാണ് പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കപ്പെട്ട നേതാക്കൾ. പാലോളി മുഹമ്മദ് കുട്ടി, G സുധാകരൻ അടക്കമുള്ള നേതാക്കളാണ് സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന് പോലും ക്ഷണിതാക്കളാകാതെ ഒറ്റപ്പെട്ടു പോയത്. പ്രായത്തിന്റെ പേരിൽ ഒഴിവാക്കപ്പെട്ടവരിൽ VS അച്യുതാനന്ദനും വൈക്കം വിശ്വനും MM മണിയും P കരുണാകരനുമൊക്കെ പ്രത്യേക ക്ഷണിതാക്കളായപ്പോൾ G സുധാകരനെ പോലുള്ളവരെ തീർത്തും അവഗണിക്കുന്നതായിരുന്നു പാർട്ടി നിലപാട്. CPM സംസ്ഥാന ഘടകത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം പ്രായത്തിൽ ഇളവ് നൽകുന്ന ഏകാധിപത്യ രീതിയിൽ മുന്നോട്ടു പോകുമ്പോൾ CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പോലും മുൻ മന്ത്രിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന G സുധാകരൻ അടക്കമുള്ള പഴയകാല നേതാക്കളെ തീർത്തും പാർട്ടി അവഗണിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. പ്രായത്തിന്റെ പേരിൽ മാറ്റി നിൽക്കപ്പെട്ടവരിൽ ചിലരെ സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാക്കളാക്കിയപ്പോഴും സുധാകരനും മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ പാലോളി മുഹമ്മദ് കുട്ടിയും അടക്കമുള്ളവർ അവഗണിക്കപ്പെടുകയായിരുന്നു. പാർട്ടിയും പിണറായി വിജയനും പ്രതിരോധത്തിലാകുന്ന സന്ദർഭങ്ങളിൽ ഇവരുടെ പരസ്യ പ്രസ്താവനകളിലൂടെ രക്ഷ തേടുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ പിന്നീട് ഇവർക്ക് ഒരു പരിഗണനയും ലഭിച്ചിരുന്നില്ല. PV അൻവർ വിഷയത്തിൽ പാലോളിയും ശിവശങ്കരൻ വിഷയത്തിൽ G സുധാകരനും നടത്തിയ പരസ്യ പ്രതികരണങ്ങളായിരുന്നു പിണറായിക്ക് കച്ചിത്തുരുമ്പായത്. PK ഗുരുദാസൻ കൊല്ലത്ത് സമ്മേളനം നടക്കുമ്പോൾ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും നോക്കാതെ സമ്മേളനവുമായി ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും പാർട്ടി അർഹമായ പരിഗണന നൽകുന്നില്ല. പിണറായിക്ക് പ്രിയപ്പെട്ടവർക്ക് മാത്രം പരിഗണന എന്ന നിലയിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം പോലും മാറുന്നു എന്നതാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത്. PK ശ്രീമതിക്കും AK ബാലനും വരും സമ്മേളനങ്ങളിൽ സമാന അനുഭവമാകുമോ പാർട്ടിയിൽ നിന്ന് ഉണ്ടാവുക എന്നതാണ് ഇനിയും നോക്കിക്കാണാനുള്ളത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK Hospital, touching human lives. എടപ്പള്ളി, ട്രിവാൻഡ്രം. ആറ്റുകാൽ പൊങ്കാലയുടെ 2ാം ദിവസമായ ഇന്ന് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദൂരദേശത്ത് നിന്നും ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കാണ് ദൃശ്യമാകുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നമുക്കറിയാം കാപ്പുകെട്ടി ഇന്നലെ ദേവിയെ കുടിയിരുത്തിയതോടുകൂടിയാണ് ഉത്സവങ്ങൾക്ക് തുടക്കമായത്. അനന്തപുരി യാഗശാലയാകാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എങ്ങനെയാണ് അവിടെയുള്ള ഭക്തജന തിരക്ക്? ദേവിക, അനന്തപുരിയുടെ മണ്ണ് യാഗശാലയാകാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ ദിവസം കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതോടുകൂടി ഉത്സവങ്ങൾക്ക് ചടങ്ങുകൾക്കും തുടക്കമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്ര സന്നിധിയിൽ തന്നെ വലിയ തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ ദൂരദേശത്ത് നിന്ന് പോലും അമ്മയെ കാണുവാനും ദർശനം വാങ്ങുവാനും എല്ലാം ഒട്ടേറെ ഭക്തരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. വലിയ തിരക്ക് നമുക്ക് ഇവിടെ എല്ലാം കാണാനും സാധിക്കുന്നുണ്ട്. രാവിലെ 4:30 മുതൽ ക്ഷേത്രത്തിലെ പൂജാ ചടങ്ങുകൾ ആരംഭിച്ചു. പള്ളി ഉണർത്തൽ 4:30-നായിരുന്നു. അതോടൊപ്പം തന്നെ 5 മണിക്ക് നിർമ്മാല്യ ദർശനം. അത് കഴിഞ്ഞാൽ 5:30 അഭിഷേകം നടക്കുന്നു. അത് കഴിഞ്ഞ് 6 മണിയോടുകൂടി ദീപാരാധനയാണ്. 6:40 ഉഷപൂജ. അതോടൊപ്പം 6:50 ഉഷ ശ്രീബലി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉഷ ശ്രീബലിയാണ്. ഉഷ ശ്രീബലിയുടെ ചടങ്ങുകൾ ഇപ്പോൾ ഇവിടെ ഈ ക്ഷേത്ര സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയ തിരക്ക്. നമുക്കറിയാം ആറ്റുകാൽ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ ഇവിടുത്തെ ഒരു പൊങ്കാല സമയത്തുള്ളൊരു തിരക്ക് നമുക്ക് അത് ജനലക്ഷങ്ങൾ അനുഭവിച്ചറിയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഉത്സവമായാൽ പോലും ആ ഉത്സവ സമയത്തെല്ലാം വലിയ തിരക്കാണ് ഇവിടേക്ക് എത്തുന്നത്. രാവിലെ മുതൽ തന്നെ നിരവധി ഭക്തർ അമ്മയുടെ ദർശനം കാണുവാനും അമ്മയെ ദർശിച്ച് ആ സായുജ്യമടയുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തും. വലിയ ക്യൂ, അതായത് ക്ഷേത്രത്തിന് പുറത്ത് നടപ്പന്തലിൽ തന്നെ വലിയ ക്യൂ ഇവിടേക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒട്ടേറെ ഭക്തർ
അമ്മയുടെ ദർശനം കണ്ട് അമ്മയെ കണ്ട് ദർശനം കണ്ട് ആനന്ദ നിർവൃതി അടയുന്നതിനായിട്ട് നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അല്പസമയത്തിനുള്ളിൽ തോറ്റംപാട്ടിൻ്റെ ചടങ്ങുകളും ആരംഭിക്കും. പ്രത്യേകം ഈ ക്ഷേത്രത്തിൽ തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന പന്തല്ല തോറ്റംപാട്ട് ചടങ്ങുകൾ നടക്കുക. നമുക്കിവിടെ അതിൻ്റെ ഒരു ചടങ്ങുകൾ പുരോഗമിക്കാൻ പോകുന്നത്, തോറ്റംപാട്ട് ചടങ്ങുകൾ പുരോഗമിക്കാൻ പോകുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ദേവിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് പാടുന്നു. അതോടൊപ്പം തന്നെ ആടകൾ ചാർത്തിയിരിക്കുന്ന ദേവിയെ സ്തുതിക്കുന്നു. അതാണ് രണ്ടാം ദിവസത്തെ തോറ്റംപാട്ടിലൂടെ ഈ കലാകാരന്മാർ അമ്മയെ സ്തുതിക്കുന്നത്. അതായത് ഈ 9 ദിവസവും ഈ ചടങ്ങുകൾക്കൊപ്പം തന്നെ തോറ്റംപാട്ടും ഇവിടെ ഒരു വൈശിഷ്ട്യമായിട്ട് ഉണ്ടാകും. ഈ ക്ഷേത്രത്തിന് തന്നെ ശ്രീകോവിലിനോട് മുൻവശത്തായിട്ട് പ്രത്യേകം സജ്ജീകരിച്ച ഈ ഓലപ്പന്തൽ, ആ ഓലപ്പന്തലിലാണ് 3 തോറ്റംപാട്ട് കലാകാരന്മാർ ഇരിക്കുകയും അവിടെ അമ്മയുടെ സ്തുതിഗീതങ്ങൾ ഓരോ ദിവസത്തെയും ആ സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു. ഇന്ന് 2ാം ദിനമാണ്. ഈ 2ാം ദിനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ദേവിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് തോറ്റംപാട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരുക്കങ്ങളെക്കുറിച്ചും പാടുകയും ചെയ്യും. ആടകൾ ചാർത്തിയിരിക്കുന്ന ദേവിയെ സ്തുതിക്കുക, ആ സ്തുതിക്കുന്നൊരു സ്തുതിയാണ് ഇന്ന് തോറ്റംപാട്ടിലൂടെ ഈ അമ്മയെ സ്തുതിക്കുന്നത്. വലിയ തിരക്കും ഇപ്പോൾ ക്ഷേത്രസന്നിധിയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ശ്രീബലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീബലിയുടെ ഒരുക്കങ്ങൾ ശ്രീബലിയുടെ ചടങ്ങുകൾ എല്ലാം ക്ഷേത്രസന്നിധി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തരും അതേ നിർവൃതിയിലാണ് അമ്മയെ കാണുവാനും അമ്മയെ കണ്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങുവാനും പ്രാർത്ഥനാ നിർഭരരായിട്ടാണ് ഈ തൊഴുകൈകളോടെ ആണ് ഓരോ ഭക്തരും നിലകൊള്ളുന്നത്. അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ക്യൂ കൗണ്ടറിലടക്കം വലിയ തിരക്ക് കാണാൻ കഴിയും. അവരെല്ലാം ഒരു അമ്മയെ ഒരു നോക്ക് കാണുവാനും അവരുടെ അഭീഷ്ടം പറയുവാനും അവരുടെ കണ്ണുനീർ അമ്മയോടൊപ്പം പങ്കുവയ്ക്കുവാനും എല്ലാം ആണ് ഭക്തർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ആറ്റുകാൽ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അത് ഈ ഉത്സവം കൂടി ആയതോടെ മറ്റ് ദൂരദേശത്തു നിന്നടക്കം നിരവധി പേർ രാവിലെ തന്നെ വന്ന് ഇവിടേക്ക് എത്തുകയും ചെയ്തു. അമ്മ എവിടെ നിന്ന് അമ്മ വരുന്നത്? മാസം തോറും വരും. എല്ലാ വർഷവും പൊങ്കാല? എല്ലാ വർഷവും പൊങ്കാല. ഇന്ന് എത്ര മണിക്ക്? ഇവിടെ 7 മണിക്ക്. ഇവിടെ അടുത്താണ് പൊങ്കാലയുടെ അമ്മ. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഇന്നലെ എൻ്റെ ഭർത്താവ് ആശുപത്രി കടന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ. എങ്ങനെ ഉത്സവത്തോടനുബന്ധിച്ച് എത്തിയതാണോ? ഇല്ല, ഇവിടെ നമ്മൾ കാട്ടാക്കട പോങ്ങമൂട് അവിടെ നിന്ന് വരെയാണ്. എല്ലാ വർഷവും വരും. 10 ദിവസത്തെ വ്രതം എടുത്താണ് ഞങ്ങൾ വരുന്നത്. അമ്മ വിളിച്ചാൽ വിളി കേൾക്കും. വിളിപ്പുറത്ത് വരുന്ന അമ്മയാണ്. പൊങ്കാല ഇടുന്നില്ല? പൊങ്കാല ഇടുന്നു. വ്രതമാണ് ഞങ്ങൾ. ഇന്നലെ തൊട്ടേ വ്രതമാണ്. ഇനി 10 ദിവസവും വ്രതം. അമ്മ തിരിച്ചെഴുന്നള്ളി വന്നിട്ടേ വ്രതം 11-ൻ്റെ അന്നേ മുറിക്കുള്ളൂ. അത് തന്നെയാണ്, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന അമ്മയാണ്. ഭക്തർ ഈ പൊങ്കാലയോടനുബന്ധിച്ച് തന്നെ എല്ലാവരും വ്രതനിഷ്ഠയായിട്ടാണ് ഇപ്പോഴും വ്രതനിഷ്ഠയോടുകൂടി തന്നെയാണ് ഈ നിൽക്കുന്നത്. 10 ദിവസം വ്രതമെടുത്തുകൊണ്ടാണ് പൊങ്കാല ചടങ്ങുകളിലേക്ക് കടക്കുകയും പൊങ്കാലയിലേക്ക് പൊങ്കാല നേർച്ച അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു വ്രതശുദ്ധിയോടുകൂടി തന്നെയാണ് ഭക്തരുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും കഴിയുന്നതിൽ പരമാവധി ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രസന്നിധിയിലെത്തി അമ്മയുടെ ദർശനം കണ്ട് സായുജ്യം അടയുകയും ചെയ്യും. അതുകൊണ്ടൊക്കെ അങ്ങനൊരു നിഷ്ഠയോടുകൂടി തന്നെയാണ് നീങ്ങുന്നത്. ഇപ്പോൾ തോറ്റംപാട്ട് ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് തൊട്ട് മുമ്പിലുള്ള നടപ്പന്തലിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന പച്ചോല പന്തലിലാണ് 3 തോറ്റംപാട്ട് കലാകാരന്മാരിരിക്കുകയും ദേവിയുടെ സ്തുതിഗീതങ്ങൾ പാടുകയും ചെയ്യുന്നത്. അങ്ങനെ പാടി സ്തുതിക്കുന്നതാണ്. ആറ്റുകാൽ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ തോറ്റംപാട്ടിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. തോറ്റംപാട്ടിലൂടെയാണ് ഈ ചരിത്രങ്ങൾ മുഴുവനും പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ തോറ്റംപാട്ടിനോട് ഒരു വലിയ പ്രാധാന്യം ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് വിശേഷാൽ ഈ ഭദ്രകാളി ക്ഷേത്രങ്ങൾ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ദേവീക്ഷേത്രങ്ങളിലുമെല്ലാം വലിയ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാരങ്ങ വിളക്ക് എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുന്നിൽ അവിടെ ഈ വിളക്ക് കൊളുത്തുവാനുള്ള, നാരങ്ങ വിളക്ക് സമർപ്പിക്കുവാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത് എല്ലാ ദിവസവും നടന്നു വരുന്നതാണ്. ഈ നാരങ്ങ വിളക്ക് അമ്മയുടെ ഒരു അഭീഷ്ട സിദ്ധിക്കായിട്ട് ഭക്തർ സമർപ്പിക്കുന്നതാണ് ഈ നാരങ്ങ വിളക്ക്. എല്ലാ ദിവസവും അതവിടെ ഭക്തർ ഈ നാരങ്ങ വിളക്ക് സമർപ്പിക്കുകയും ചെയ്യും. ഇന്നും ഈ നാരങ്ങ
തങ്കവിളക്കിന് നേർച്ച നൽകുവാനും സമർപ്പിക്കുവാനും എണ്ണ പകരുവാനുമായിട്ടെല്ലാം വലിയ തിരക്ക് അവിടേക്കും നമുക്ക് കാണാൻ കഴിയും. ക്ഷേത്രത്തിൻ്റെ ഈ ഉത്സവം കൂടി വന്നതോടുകൂടി ഇനി വലിയ തിരക്കാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. തുടർന്ന് ഈ വൈകുന്നേരത്തോടു കൂടി മറ്റ് സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും. 3 സ്റ്റേജുകളിലാണ് പരിപാടികൾ നടക്കുക. അംബ, അംബിക, അംബാലിക എന്ന 3 സ്റ്റേജ് ഇവിടെ വേദി സജ്ജീകരിച്ചിട്ടുണ്ട്. ആ സജ്ജീകരിച്ച വേദിയിൽ ഇതോടൊപ്പം തന്നെ പരിപാടികളും ഉണ്ടാകും. അംബ എന്ന വേദിയിൽ രാവിലെ 6 മണിക്ക് ദേവി മാഹാത്മ്യ പാരായണം ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം 8 മണിയോടുകൂടി ലളിതാ സഹസ്രനാമ പാരായണവും ഉണ്ടാകും. തുടർന്ന് 9 മണിക്ക് ഭജൻസ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ വൈകിട്ട് വയലിൻ്റെ കച്ചേരി, ഹൃദയലഹരി എന്ന് തുടങ്ങിയ നിരവധി പരിപാടികളും ഈ അംബ എന്ന് പറയുന്ന വേദിയിലുണ്ടാകും. അംബിക വേദിയിൽ ലളിതാ സഹസ്രനാമം 5 മണി മുതൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. 6 മണിക്ക് ഭക്തിഗാനസുധയും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 7 മണിക്ക് സത്സംഗാണ് ഇനി നടക്കുന്നത്. അതോടൊപ്പം തന്നെ തുടർന്നും ഭക്തിഗാനസുധ അടക്കമുള്ള പരിപാടികൾ ഈ സ്റ്റേജുകളിലും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും. അത് കഴിഞ്ഞ് അംബാലിക എന്ന സ്റ്റേജിലാണ് ഭജന 5 മണിക്ക് ആരംഭിച്ചിരുന്നു. 6 മണിക്ക് ഭക്തിഗാനാഞ്ജലി ഉണ്ട്. അതോടൊപ്പം തുടർന്ന് 7 മണിക്കും ഭജനയുമുണ്ട്. അത് കഴിഞ്ഞാൽ 8 മണിയോടുകൂടി അവിടെയും ലളിതാ സഹസ്രനാമ പാരായണം ഉണ്ടാകും. ഇങ്ങനെ ഓരോ സ്റ്റേജുകളിലും പ്രത്യേകം പരിപാടികളും പ്രത്യേകം ലളിതാ സഹസ്രനാമം അടക്കമുള്ള കീർത്തനങ്ങളും ഭജനകളും ഒക്കെ ഇങ്ങനെ അനവരതം നടന്നുകൊണ്ടേയിരിക്കും. അതിനോടൊപ്പം തന്നെ ഭക്തർ ഇതിലൂടെ കടന്നു പോവുകയും ചെയ്യും, ദർശനത്തിനായി എത്തുകയും ചെയ്യും. ഇവിടേക്ക് ഒരു ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം പുരോഗമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ലളിതാ സഹസ്രനാമ പാരായണം അതോടൊപ്പം തന്നെ ഭജൻസ് അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു വലിയ ഒരു ആനന്ദ നിർവൃതിയുടെ, ഭക്തിയുടെ, ലഹരിയുടെ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത്. മറ്റൊന്ന്, അത്രത്തോളം ഭക്തജന തിരക്കുമുണ്ട്. എല്ലാ നമുക്ക് ഈ ക്ഷേത്രത്തെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ആറ്റുകാലം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാലത്തുമുള്ള തിരക്ക് ഒരു ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? കഴക്കൂട്ടത്തിന് ആക്കുളം ദിവസവും വരാറുണ്ടോ? ഇല്ല, ഞങ്ങൾ ആദ്യം ഇവിടെയാണ് താമസിച്ചത്. അപ്പോൾ ഡെയിലി വരുമായിരുന്നു. ഇപ്പോൾ പൊങ്കാല ഇടുന്നുണ്ട്, പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. ഉണ്ട് എല്ലാ വർഷവും. അതെ, ഇവിടെ എത്തുന്നവരെല്ലാവരും എല്ലാ വർഷവും പൊങ്കാല അർപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഈ ദർശനത്തിന് എത്തുകയും കഴിയുന്നതും അമ്മയുടെ ദർശനം കണ്ട് സായുജ്യം അടയുക എന്നൊരു ഇച്ഛയോട് കൂടിയാണ്, ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടേക്ക് ആളുകൾ എത്തുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ തിരക്കുമുണ്ട്. തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് പോലീസിൻ്റെ ഒരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതിൽ പറയേണ്ടതായിട്ടുള്ളത്, ഈ ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തജനങ്ങൾ, വനിതകളായിട്ടുള്ള ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതൽ എത്തുന്നൊരു ഉത്സവമാണ് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം എന്ന് പറയുന്നത്. ആ മഹോത്സവം തുടങ്ങും. വലിയ ഭക്തജന തിരക്കാണ്. അത് വലിയ സ്വാഭാവികമാണ്. തയ്യാറെടുപ്പുകളും കൂടിയാണ് ഈ ഉത്സവം അല്ലെങ്കിൽ ഒരാഴ്ച കാലത്തോളമുള്ള തയ്യാറെടുപ്പുകൾ, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, വ്രതങ്ങളെല്ലാം നോറ്റ് സ്ത്രീകൾ കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. എല്ലാ വർഷവും അവിടെ എത്തി പൊങ്കാല സമർപ്പിക്കുക എന്ന് പറയുന്നത് ആത്മസമർപ്പണത്തിന്റെ ഭാഗം കൂടി ആയിട്ടാണ് ഭക്തജനങ്ങൾ കണക്കാക്കുന്നത്. ഇന്നിപ്പോൾ തിരക്കാണെന്നാണ് പറയുന്നത്. ശരിക്കും എല്ലാ ദിവസവും തിരക്കാണ്. ആറ്റുകാൽ ക്ഷേത്രം അത്രമാത്രം പ്രസിദ്ധമാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ലക്ഷക്കണക്കിന് ഭക്തർ പൊങ്കാലയിടുന്ന, അതിനപ്പുറം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ക്ഷേത്ര ദർശനത്തിനായി ആറ്റുകാൽ ദേവിയെ കാണാനെത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് വലുതാണ്. പക്ഷേ അതിൻ്റെ ഇരട്ടിയോ ഇരട്ടിയിലധികമോ ഒക്കെ ആൾക്കാർ വന്നു പോകുന്ന ദിവസങ്ങളാണിത്. വലിയ പരിപാടികളാണ്, ക്രമീകരണങ്ങളാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ലഹരിക്കടത്ത് കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കി NCB. എയർ പാഴ്സൽ വഴിയുള്ള ലഹരിക്കടത്തും വർദ്ധിച്ചിരുന്നു. ഇടപാടുകൾക്ക് ശേഷം അപ്രത്യക്ഷമാകുന്ന ഡാർക്ക് വെബ്സൈറ്റുകൾ വഴിയായിരുന്നു ലഹരിക്കടത്ത്. എക്സൈസ് പിടികൂടിയ കേസുകളിലെ രാജ്യാന്തര ബന്ധങ്ങളിലേക്കാണ് NCB അന്വേഷണം. വിവരങ്ങളുമായി സുധീഷ് ഗോപാലൊപ്പം ചേരുന്നു. സുധീഷ്, ഈ ലഹരി ഒരു വലിയ വിഷയമായി മാറിയ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ലഹരി കൊലകൾ, ലഹരിക്ക് പിന്നാലെയുള്ള പാച്ചിൽ, അതിൽ പിടിയിലാകുന്നവർ, അവരുടെ പെരുമാറ്റങ്ങൾ ഒക്കെയും ചർച്ചയാകുന്നുണ്ട്, പേടിപ്പെടുത്തുന്നുണ്ട്. ഇതിപ്പോൾ കൊച്ചിയിലേക്ക് വരുന്ന ലഹരിയുടെ ഉറവിടം തേടുകയാണ്. അത് കേരളത്തിനകത്തുള്ളതല്ല, ഇന്ത്യക്കകത്തുള്ളതല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ലഹരിയുടെ വഴികൾ തേടിയുള്ള അന്വേഷണമാണ് നടക്കുന്നത്, അല്ലേ?
കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. മുൻപും വിദേശത്തു നിന്നും വിദേശികൾ വിമാനത്താവളം വഴി ഇത്തരത്തിൽ രാസലഹരികൾ കടത്തിയിരുന്നു. അത്തരത്തിൽ നിരവധി വിദേശികൾ പിടിയിലാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പിടിക്കപ്പെടുകയും ഇവരിലുള്ള നിരീക്ഷണങ്ങളെല്ലാം ശക്തമാവുകയും ചെയ്തു. ഇത്തരത്തിൽ എയർ ട്രാൻസ്ഫർ അത്തരത്തിൽ വിദേശത്ത് നിന്നും എത്തിക്കുക, അത് വ്യാജ മേൽവിലാസം നൽകിക്കൊണ്ടാണ് ഇത് എത്തുന്നത്. അത്തരത്തിൽ ഒരു വ്യാജ മേൽവിലാസം നൽകി അവിടേക്ക് ഇത് എത്തിക്കുന്നു, അവിടെ നിന്നും ഇത് കളക്ട് ചെയ്യുന്നു. എന്നാൽ ആരാണ് അയച്ചതെന്നോ ഇതിൻ്റെ പിന്നിലാരെന്നോ വ്യക്തമല്ലാത്ത ഒരു സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്. ഇത്തരം കേസുകൾ വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തന്നെ 4 പേരാണ് ഇത്തരത്തിൽ കൊച്ചിയിൽ പിടിയിലാവുന്നത്. ഈ രീതിയിലുള്ള കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിൻ്റെ ഉറവിടം തേടി NCB അന്വേഷണം ശക്തമാക്കുന്നത്. അതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ അന്വേഷണ ഏജൻസികളുടെ കൂടി സഹായം തേടിക്കൊണ്ട് ഇവരുടെ ഉറവിടം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ NCB നടത്തുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ജർമ്മനി, അതോടൊപ്പം തന്നെ നെതർലൻഡ്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് എത്തുന്നതെന്നാണ് വ്യക്തമാവുന്നത്. എന്നാൽ ഇതിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ, ഇതിൽ മലയാളികളും ഇതിൻ്റെ കണ്ണികളാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് ഡാർക്ക് വെബ് വഴിയാണ് ഏറ്റവും കൂടുതലും ഇത്തരത്തിൽ ഉള്ള ഇടപാടുകൾ നടത്തുന്നത്. ആ രീതിയിൽ നടത്തുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലും രാസലഹരിയും അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവുമാണ് എത്തുന്നതെന്നാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു തിരുവനന്തപുരം സ്വദേശിയും മലബാർ സ്വദേശിയും ഈ രീതിയിൽ സമാന രീതിയിൽ എന്നാൽ വ്യത്യസ്ത മേൽവിലാസം വഴി വ്യത്യസ്ത ഡാർക്ക് വെബ് വഴി ഇത്തരത്തിൽ രാസലഹരി കൊച്ചിയിലേക്ക് എത്തിച്ചു എന്നതും കണ്ടെത്തിയിരുന്നു. ഈ രീതിയിൽ ഉള്ള കേസുകൾ വ്യാപകമാവുമ്പോഴാണ് അതിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട് എന്ന തിരിച്ചറിവോടുകൂടിയുള്ള അന്വേഷണം ശക്തമാക്കുന്നത്. ഇത് വലിയ രീതിയിൽ ഭീഷണിയാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതും കൃഷ്ണരാജ്. യെസ്, അപ്പോൾ രാജ്യാന്തര ബന്ധങ്ങൾ തേടുകയാണ് NCB. ഇവിടെ പോലീസ് അന്വേഷണം വേറെയും നടക്കുന്നുണ്ട്. പക്ഷേ ലഹരി വരുന്ന വഴി അറിയണം, ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ഉന്മൂലനം ചെയ്യൽ സാധ്യമാകൂ. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഓരോ ദിവസവും കഞ്ചാവ് പിടികൂടുന്നു, മറ്റ് ലഹരി വസ്തുക്കൾ പിടികൂടുന്നു, MDMA-യുമായി യുവാവ് പിടിയിലെന്ന് വാർത്ത വരുന്നു, അതൊക്കെ പതിവാണ്. പക്ഷേ ഇത് എവിടെ നിന്ന് വരുന്നു, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ, അതൊക്കെ കണ്ടന്വേഷിച്ച് അവരെയൊക്കെ കുടുക്കിയാലേ ലഹരി എന്ന വാക്ക് സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഇനി രാജ്യാന്തര വാർത്തകളിലേക്ക് കൂടി എത്തുമ്പോൾ ബന്ദികളുടെ മോചനത്തിൽ ഹമസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബന്ദികളെ ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ ഹമസ് നേതാക്കളെ വെറുതെ വിടില്ലെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. തടവിലാക്കിയ ബന്ദികളെ മുഴുവനും ഉടൻ മോചിപ്പിക്കണം, മരിച്ചവരുടെ മൃതദേഹങ്ങളും കൈമാറണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വൈറ്റ് ഹൗസ് ഹമസ് നേതാക്കളുമായി നേരിട്ട് ചർച്ചകൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അന്ത്യശാസനം. ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ട്രംപ്. ബന്ദികളുടെ മോചനത്തിൽ ഹമസിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മരിച്ചവരുടെ മൃതദേഹങ്ങളടക്കം കൈമാറണമെന്നുള്ള അവസാന ശാസനയാണ് നൽകിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ദേവിക, നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിൽ, ട്രൂത്ത് എന്ന സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത് ഇക്കാര്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ് 2014 മുതൽ നിരവധി ബന്ദികൾ അവിടെ, അതായത് ഈ 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന് ശേഷം ആക്രമണത്തോടൊപ്പം പിടികൂടിയ ബന്ദികൾക്ക് പുറമേ നിരവധി പേർ അവിടെ കഴിയുന്നുണ്ട്. അവരുടെ ഉൾപ്പെടെ അതുപോലെ തന്നെ ഈ ആക്രമണത്തിലും ചിലർ അവിടെ ആക്രമണത്തിനിടെ തട്ടിക്കൊണ്ടുപോയ ചിലരും കഴിയുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഏത് രീതിയിലാണോ ഇസ്രായേലികൾ അവിടെ ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ടണലുകളിൽ ബന്ദികളായി കഴിയുന്നത് അവരെ എല്ലാം മോചിപ്പിക്കണം. അത് 62 പേരുണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ ഒരു പ്രാഥമികമായ കണക്ക്. അതിൽ പകുതിയോളം പേർ മരിച്ചിട്ടുണ്ടാകാമെന്ന ഒരു സൂചനയും ഇസ്രായേൽ നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള വിശദീകരണങ്ങൾ കൃത്യമായി നൽകുകയും മരിച്ചവരുടെ മൃതദേഹങ്ങളും ജീവിച്ചിരിക്കുന്നവരെ മുഴുവനും പൂർണ്ണമായും ഉടൻ തന്നെ വിട്ടയച്ചില്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ജനുവരി 19 സമാധാന ചർച്ചകൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ ട്രംപ് അതിശക്തമായ നിലപാട് സ്വീകരിച്ചതാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഈജിപ്തും അതുപോലെ തന്നെ ഖത്തറും ഈ 2 രാജ്യങ്ങളുമായി, ഇസ്രായേലും ഹമാസുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. ദോഹയിൽ അത് സംബന്ധിച്ച് വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നുണ്ട്. ആദ്യഘട്ട വെടിനിർത്തൽ ദീർഘിപ്പിക്കണമെന്നൊരാവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ അക്കാര്യം നടപ്പാക്കാൻ തയ്യാറല്ല എന്ന നിലപാട് ഹമാസും പറയുന്നു. മാത്രമല്ല, ഈ 2ാം ഘട്ട വെടിനിർത്തൽ കാര്യങ്ങളിലേക്ക് നീങ്ങണമെന്നൊരാവശ്യമാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ കർശന നടപടികൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇനി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട സാഹചര്യം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു സാഹചര്യം വളർന്നു വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ബന്ദികളെ പൂർണ്ണമായും അധികാരത്തിലെത്തുന്നതിന് മുമ്പ് മോചിപ്പിക്കണമെന്ന ട്രംപിൻ്റെ അന്ത്യശാസനം നേരത്തെ പുറത്തു വന്നിരുന്നു. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ആ സമയത്ത് അധികാരമേൽക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു നിലപാട് അദ്ദേഹം അറിയിച്ചത്. എന്നാൽ അതിനെ ഒരു വില കൽപ്പിക്കാത്തൊരു രീതിയാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഒരു ധാരണ ഉണ്ടായെങ്കിലും മുഴുവൻ ബന്ദികളുടെയും മോചനം സാധ്യമാക്കാത്തൊരു നിലപാട് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു.
അതിനിടയിലാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് നേരിട്ട് ഹമാസുമായി ചില ചർച്ചകളിലെല്ലാം തന്നെ ഏർപ്പെട്ടത്. ഈ ചർച്ചകളിൽ ഏർപ്പെട്ടതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ ഈ ബന്ദികളുടെ മോചനം ഊർജിതമാക്കുക, അതിനുള്ള കർമ്മപരിപാടികൾ ഊർജിതമാക്കുക എന്നതാണ്. അതിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ട വെടിനിർത്തലിൽ മുഴുവൻ ബന്ദികളുടെയും മോചനം സാധ്യമാകാത്ത ഒരു സാഹചര്യത്തിൽ രണ്ടാം ഘട്ട വെടിനിർത്തലിൻ്റെ പ്രസക്തി എന്ത് എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യത്തിൻ്റെ മറുപടി ഉണ്ടാകണം എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വൈറ്റ് ഹൗസ് നേരിട്ട് ചർച്ചകളിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായത്. ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥത്തിന് പുറമെ അത്തരത്തിലുള്ളൊരു നീക്കമുണ്ടായത്. അതിനിടെയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈജിപ്റ്റ് ഇടപെട്ട് ഈ ഖത്തറിനും അതുപോലെ തന്നെ ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള അറേബ്യൻ രാജ്യങ്ങളുടെ ഒരു ഫണ്ട് രൂപീകരിക്കുകയും അത്തരത്തിലുള്ള നീക്കം നടത്തുകയും ചെയ്തത്. അത് അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന ഒരു അന്ത്യശാസനം തന്നെയാണ്. അതായത് ഈ ഇസ്രയേലിന് ശക്തമായ പിന്തുണ നൽകും, നിങ്ങൾ മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ, മൃതദേഹം കൈമാറിയില്ലെങ്കിൽ എന്ന് അമേരിക്ക പറയുമ്പോൾ അതിനർത്ഥം ഇസ്രയേലിനൊപ്പം നിന്ന് ഹമാസിനെ തരിപ്പണമാക്കും എന്ന മുന്നറിയിപ്പ്. തീർച്ചയായും ഹമാസ് എന്ന് പറയുന്ന സംഘടന ഒരു ഭീകര സംഘടനയാണ്. അതിനെ ഇല്ലാതാക്കുമെന്ന നിലപാട് തന്നെയാണ് നേരത്തെ ഇപ്പോൾ കൃഷ്ണരാജ് സൂചിപ്പിച്ചത് തന്നെയാണ് അതിൻ്റെ ക്രക്സായി നിലനിൽക്കുന്നത്. അത്തരത്തിൽ ഹമാസിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കില്ല എന്ന നിലപാട് നേരത്തെ അമേരിക്ക സ്വീകരിച്ചിരുന്നു, ഇസ്രായേൽ സ്വീകരിച്ചിരുന്നു. അത് ഇപ്പോഴും ഇക്കഴിഞ്ഞ ദിവസവും അത് ഊന്നിപ്പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഹമാസ് തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതിൻ്റെ കൂടി ഭാഗമായാണ് ഈ ബന്ദികളുടെ മോചനത്തിൽ വീണ്ടും ഒരു വിലപേശലിന് നീങ്ങിയിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഹമാസിൻ്റെ നിയന്ത്രണത്തിൽ ഗാസയെ നിലനിർത്തുക സാധ്യമല്ല. അത് കൃത്യമായും ഒരു മിലീഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രകൂട സംവിധാനത്തിൽ അതിനെ നിലനിർത്തേണ്ടതുണ്ട്, ഒരു സിവിലിയൻ സർക്കാരായി അതിനെ നിലനിർത്തേണ്ടതുണ്ട് എന്ന നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഗാസ ഏറ്റെടുക്കുന്നതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെതിരെ വിമർശനങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്നാണ് ഈ ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ചില നിലപാടുകൾ സ്വീകരിക്കുകയും അറേബ്യൻ രാജ്യങ്ങൾ അതിൽ സംബന്ധിച്ച് ചില ഫണ്ട് റേസിംഗ് എല്ലാം തന്നെ നടത്തുകയും ചെയ്തത്. എങ്കിലും ഈ ഗാസയുടെ പുനർനിർമ്മാണം സാധ്യമാക്കണമെങ്കിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ പൂർണ്ണമായും കഴിയേണ്ടതുണ്ട്. സൈന്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മുഴുവൻ ബന്ദികളെയും പരസ്പരം കൈമാറുക, അതുപോലെ യുദ്ധത്തടവുകാരെ പരസ്പരം കൈമാറുക എന്നാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ പൂർണ്ണമായും നേരത്തെ ഉണ്ടായിരുന്നത് ഉൾപ്പെടെയുള്ള ബന്ദികളെ കൈമാറുക, അവരുടെ മൃതദേഹങ്ങൾ കൈമാറുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയതിന് ശേഷമാണ് സൈനിക പിന്മാറ്റം സാധ്യമാകുക. മൂന്നാം ഘട്ട വെടിനിർത്തലിലാണ് ഗാസയുടെ പുനർനിർമ്മാണം പദ്ധതിയിട്ടിരുന്നത്. അത്തരത്തിൽ മൂന്നാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ എല്ലാം തന്നെ ഇടപെടൽ പ്രസക്തമാവുകയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഹമാസിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ ഗാസയുടെ ഭരണമേൽപ്പിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അത് സാധ്യമല്ല എന്ന നിലപാട് കൃത്യമായും ഒരു മിലീഷ്യയെ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണമേൽപ്പിക്കുക അസാധ്യമെന്ന നിലപാട് വളരെ കൃത്യമായി നേരത്തെ തന്നെ അമേരിക്ക സ്വീകരിച്ചിരുന്നു, ഇസ്രായേൽ സ്വീകരിച്ചിരുന്നു. അതിനെതിരായ നീക്കങ്ങളാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു പരിധിവരെ ഹമാസ് വീണ്ടും വിലപേശൽ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ആക്രമണത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന സൂചന തന്നെയാണ് ട്രംപിൻ്റെ ഈ പോസ്റ്റിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കേണ്ടത്. ശരി, ബന്ദികളെ ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ, മൃതദേഹം കൈമാറിയില്ലെങ്കിൽ ഇസ്രയേലിനൊപ്പം നിന്ന് വേണ്ടത് ചെയ്യും എന്ന് പറയുന്നതിനർത്ഥം ഹമാസെ ഭീകര സംഘടനയെ ഇല്ലാതാക്കാൻ അമേരിക്ക മുന്നിട്ടിറങ്ങും എന്നാണ്. ഒരു വെടിനിർത്തൽ എന്ന ധാരണ ഒക്കെ ലംഘിക്കപ്പെട്ട് ബന്ദികളെ മോചിപ്പിക്കാതിരിക്കുന്നത് എത്രമാത്രം ശരിയെന്ന ചോദ്യം ഡൊണാൾഡ് ട്രംപ് ചോദിക്കുന്നു. അല്ലെങ്കിൽ തന്നെ രണ്ടാം വരവിൽ ഡൊണാൾഡ് ട്രംപ് വല്ലാത്ത കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. KAS കേരളത്തിന് എന്ത് നേട്ടമുണ്ടാക്കിയെന്ന ചോദ്യത്തിന് വിലയിരുത്തിയിട്ടില്ല എന്നാണ് സർക്കാർ മറുപടി. യാതൊരു പഠനങ്ങളും നടത്താതെ വീണ്ടും റിക്രൂട്ട്മെൻറ്റ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. KAS സംസ്ഥാനത്തെ ഭരണനിർവഹണ രീതികളിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ലെന്ന വിമർശനവും സജീവമാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനൊപ്പം ചേരുന്നു. പ്രജിത്ത്, ഒന്നും നടക്കുന്നില്ല എന്നിട്ടും പറയുന്നു വിലയിരുത്തിയിട്ടില്ല എന്ന്, അല്ലേ? അങ്ങനെയാണ് കൃഷ്ണരാജ്. അതായത് വിലയിരുത്താൻ സർക്കാരിന് താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിലും വിവിധ വകുപ്പുകൾക്കുമിടയിലുള്ള ഏകോപനം അത് കൂടുതൽ മെച്ചപ്പെടും. അതുവഴി ഫയൽ നീക്കം, പദ്ധതി നിർവഹണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിലവിലുള്ള അവസ്ഥയൊക്കെ മാറുമെന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ ഈ KASമായി മുന്നോട്ട് വരുന്ന സമയത്ത് പറഞ്ഞ, അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തിയ അവകാശവാദങ്ങൾ. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓരോ ഫയലും ഓരോ ജീവിതമാണ് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ ഇത്തരം അവസ്ഥകൾക്കെല്ലാം ഈ ഭരണനിർവഹണ സംവിധാനത്തിൻ്റെ മെല്ലെപ്പോക്കിനെ പരിഹരിക്കാൻ KAS കൊണ്ട് സാധിക്കുമെന്നുള്ളതായിരുന്നു അദ്ദേഹം ഉയർത്തിയിട്ടുള്ള പ്രധാന വാദങ്ങൾ. എന്നാൽ 2019 നവംബർ മാസത്തിൽ ഈ പറയുന്ന രീതിയിൽ KASന്റെ ആദ്യ വിജ്ഞാപനം
വിജ്ഞാപനം വരുന്നു. 2021 104 ഉദ്യോഗസ്ഥരെ വിവിധ വകുപ്പുകളിലായി നിയമിക്കുകയും ചെയ്തു. പക്ഷേ ഇത്ര കാലം കഴിഞ്ഞിട്ടും ഈ KS കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് നേട്ടമുണ്ടായി എന്നുള്ളൊരു ചോദ്യം, പ്രത്യേകിച്ച് കേന്ദ്ര സിവിൽ സർവീസ് മാതൃകയിൽ ഇത്തരമൊരു സംവിധാനം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കുമൊക്കെ വഴിവെച്ചതാണ്. സർക്കാർ ജീവനക്കാരുമൊക്കെ ഇത്തരം ആശങ്കകളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. ഒടുവിൽ KS വന്ന് 3 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാനത്തെ ഭരണനിർവഹണ സംവിധാനത്തിൻ്റെ, അതായത് ഈ ഫയൽ നീക്കമടക്കമുള്ള കാര്യങ്ങളിൽ പഴയ മെല്ലെപ്പോക്ക് തന്നെ തുടരുകയാണ്. സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റിലും വിവിധ വകുപ്പ് ഡയറക്ടറേറ്റുകളുമായി ഏതാണ്ട് 15 ലക്ഷത്തിലധികം വരുന്ന ഫയലുകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട പദ്ധതി നിർവഹണങ്ങൾ മുതൽ സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ജീവൽ പ്രശ്നങ്ങൾ വരെ ചർച്ച ചെയ്യുന്ന ഫയലുകൾ ഇത്തരത്തിൽ കുമിഞ്ഞു കൂടുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പമാണ് മുഖ്യമന്ത്രി നിയമസഭയിലും സമ്മതിക്കുന്നു ഇത്തരത്തിൽ KSന്റെ ഗുണഗണങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വിലയിരുത്തലും നടത്തിയിട്ടില്ല എന്നുള്ളത്. എന്നാൽ ഇത്തരമൊരു വിലയിരുത്തൽ നടത്താതെ തന്നെ സർക്കാർ അടുത്ത KS വിജ്ഞാപനവുമായി മുന്നോട്ട് പോവുകയാണ്. സാധാരണഗതിയിൽ ഇത്തരമൊരു സംവിധാനം കൊണ്ടുവരുമ്പോൾ, ഇത്തരമൊരു പുതിയ പദ്ധതി സർക്കാർ നടപ്പിലാക്കുമ്പോൾ, ഒരു പുതിയ ഒരു സംവിധാനം കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞാൽ അത് സംബന്ധിച്ചൊരു വിലയിരുത്തൽ നടത്തുക സ്വാഭാവികമാണ്. ഈ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ളത് സർക്കാരുകൾ തീരുമാനിക്കുക. പക്ഷേ സംസ്ഥാന സർക്കാർ KSന്റെ അടുത്ത വിജ്ഞാപനവുമായി മുന്നോട്ട് പോകുന്നു. ആ വിജ്ഞാപനവുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അത് സംബന്ധിച്ച് യാതൊരു വിലയിരുത്തലുകളും നടത്തിയിട്ടുമില്ല. പക്ഷേ ഈ KSന്റെ എഫക്റ്റീവ് ഇത്രയും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫിഷ്യൻസി കുറയ്ക്കാനുണ്ടായ കാരണങ്ങൾ, മറ്റു പല കാരണങ്ങളും ഇതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഒന്ന്, IAS തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് KSനോടുള്ള ഒരു എതിർപ്പ് അത് ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഈ KS ഉദ്യോഗസ്ഥരോട് വലിയ താല്പര്യമില്ലായ്മ IAS ലോബി അല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് ചുമതലകളിൽ ഉദ്യോഗസ്ഥരൊക്കെ ഡെപ്യൂട്ടേഷന് പോകുമ്പോൾ അവിടേക്ക് ഈ KS ഉദ്യോഗസ്ഥരെ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ഒരു നയം എന്ന് പറയുന്നത്. എന്നാൽ ആ നയം കൃത്യമായി നടപ്പിലാകാതിരിക്കാനുള്ള ശ്രമം കൃത്യമായി ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ IAS ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ഭാഗത്തേക്ക് KS ഉദ്യോഗസ്ഥർ വരാതിരിക്കാൻ ഒരു സംഘടിത ശ്രമവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ ഈ 104 ഉദ്യോഗസ്ഥരുണ്ട് KS ലിസ്റ്റിലുള്ളത്. ഇവർ പലരും അപ്രധാന വകുപ്പുകളിലോ, ഭൂരിപക്ഷം ആളുകളും അപ്രധാന വകുപ്പുകളിലോ ജില്ലാ തലങ്ങളിലുമൊക്കെയാണ് ഇപ്പോഴും ജോലി എടുക്കുന്നത്. സെക്രട്ടേറിയറ്റും വിവിധ വകുപ്പുകൾക്കും ഇടയിലുള്ള ഏകോപനമൊക്കെ മെച്ചപ്പെടുത്താൻ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥർ ചില ജില്ലകളിലൊക്കെ വളരെ അപ്രധാനമായ ചില പോസ്റ്റുകളിലൊക്കെയാണ് ഇരിക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയൊക്കെ വലിയ പ്രാധാന്യമില്ലാത്ത തസ്തികകളിലൊക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അതും വിവിധ ജില്ലാ തലങ്ങളിലൊക്കെയാണ് അവർ തുടരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ KS എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ തന്നെ ഏതാണ്ട് പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അവർക്ക് പ്രധാനപ്പെട്ട തസ്തികകളിൽ നിയമനം നൽകാനുള്ള ശ്രമങ്ങൾ അത് സർക്കാർ നൽകുന്നതുമില്ല. കാരണം ഈ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഉദ്യോഗസ്ഥർ പോകുമ്പോൾ അവിടേക്ക് ഈ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെങ്കിൽ അതിന് ചില റൂൾ ഭേദഗതികളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിനും സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ ഒരു വിലയിരുത്തലും ഒരു പഠനവും നടത്താതെ നിലവിലുള്ള KS ഉദ്യോഗസ്ഥർക്ക് അവർക്ക് അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട തസ്തികകളിലേക്ക്, ഉയർന്ന തസ്തികകളിലേക്ക് പോസ്റ്റിങ്ങുകൾ നൽകാതെ ജില്ലാ തലങ്ങളിലും മറ്റും അവരെ ഒതുക്കുമ്പോഴും അതൊന്നും പരിഗണിക്കാതെ, അത് സംബന്ധിച്ച പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ സർക്കാർ വീണ്ടും ഒരു KS വിജ്ഞാപനവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നാളെയാണ് അടുത്ത KS വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. അതിനുശേഷം 2026 തന്നെ പരീക്ഷകൾ പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള നീക്കവും സർക്കാർ നടത്തുന്നു. കൃഷ്ണരാജ്. ശരി പ്രജിത്ത്, KSൽ എന്ത് കേരളത്തിന് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല. പഠിക്കാതെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നാളെ പുതിയ വിജ്ഞാപനം വരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത് മോഹൻ. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കുന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട് ICMRന്റെ വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘം ഗവേഷണം നടത്തുന്നുണ്ട്. കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനം അടക്കമുള്ള ഘടകങ്ങളാണ് സംഘം പരിശോധിച്ചു വരുന്നത്. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പോലെ മാരകമായ എന്ന് പറയുന്ന, നമുക്ക് മരണത്തിലേക്ക് പോലും നയിക്കാൻ കേൾപ്പുള്ള ഇത്തരം രോഗാണുക്കൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആശങ്കയും അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ? ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു യുവതി കഴിഞ്ഞ ദിവസം കോഴിക്കോട് മരണപ്പെട്ടതോടുകൂടിയാണ് വീണ്ടും
ഈ രോഗത്തെ പറ്റിയുള്ള ഇതിൻ്റെ രോഗകാരിയായിട്ടുള്ള അമീബ അടക്കമുള്ള ജീവവർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. നമ്മൾ ഈ രോഗത്തെ പറ്റി പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോകത്താകെ 200 പേർക്ക് മാത്രമാണ് ഇതുവരെ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ റിപ്പോർട്ട് ചെയ്ത 200 പേരിൽ 24 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ രോഗത്തിൻ്റെ ഒരു തീവ്രതയും അത് കേരളത്തിൽ നിന്ന് അത്രയധികം രോഗികൾ ഉണ്ടാകുന്നു. ആഗോള ശരാശരി എടുക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ രോഗികളൊക്കെ ഒരു പക്ഷേ കൃത്യമായ ഒരു കണക്കല്ല പറയുന്നത്, കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് നിന്ന് വരുമ്പോൾ ആ രോഗത്തിൻ്റെ എണ്ണത്തിൻ്റെ ഒരു എത്രത്തോളം നമ്മുടെ സംസ്ഥാനത്ത് അത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോകമാസകലം 200 പേർ വരുമ്പോൾ കേരളത്തിൽ മാത്രം 24 പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 97% മരണനിരക്കുള്ള അത്ര പെട്ടെന്ന് ബാധിക്കുകയില്ല അല്ലെങ്കിൽ കണ്ടെത്താത്ത അല്ലെങ്കിൽ ഉണ്ടാകാത്ത ഒരു രോഗം കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത്രയധികം കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന് ഇത് സംബന്ധിച്ച ഒരു കണ്ടെത്തലും നടത്താൻ കഴിയാത്ത സമയത്താണ് ICMR കേരളത്തിൽ ഈ രോഗം അല്ലെങ്കിൽ വർദ്ധിക്കുന്നതിനെ പറ്റിയുള്ള പഠനങ്ങൾ ആരംഭിച്ചത്. ICMRന്റെ പഠനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും ഈ കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട ഈ രോഗവ്യാപനം ഇത്രയധികം ഉണ്ടാകാനുള്ള കാരണത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ICMR പ്രധാനമായും പരിശോധിക്കുന്നത്. ഒഴുക്ക് കുറഞ്ഞ ജലാശയങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ ഉണ്ടാകുന്ന അമീബ അത് മൂക്കിലെയും വായിലെയും ഒക്കെ ഈ നീർത്ത സ്ഥലങ്ങളിലൂടെ ശരീരത്തിനുള്ളിലേക്ക് തലച്ചോറിലേക്കൊക്കെ എത്തിയാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. വളരെ അപൂർവമായി മാത്രം ബാധിക്കാൻ സാധ്യതയുള്ള രോഗം കേരളത്തിൽ മാത്രം അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് എല്ലാ ആരോഗ്യ വിദഗ്ധരെയും കുഴപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ICMR കേരളത്തിലെ മാത്രം എന്തുകൊണ്ട് ഈ കേസുകൾ കൂടുതൽ സ്ഥിരീകരിക്കുന്നു എന്നുള്ളൊരു വിഷയത്തിൽ അധികരിച്ചാണ് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ വടക്കൻ ജില്ലകളിലായിരുന്നു ആദ്യം അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തെങ്കിൽ പെട്ടെന്ന് അത് തെക്കൻ ജില്ലകളിലും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ചില മരണങ്ങളൊക്കെ ഇത് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമാണോ സംഭവിച്ചതെന്ന് സ്ഥിരീകരിക്കാതെ തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ രോഗകാരിയായിട്ടുള്ള അമീബയുടെ സാന്നിധ്യം കേരളത്തിൽ കൂടുതലായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി ഈ പറയുന്ന വിദഗ്ധരെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അതിന് കാരണമായത് എന്താണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എപ്പോഴും ഈ ലോക ശരാശരിയെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ലോകത്തെ മറ്റ് പല രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ഈ രോഗം കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് എന്തിങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ രോഗകാരിയായിട്ടുള്ള ജീവി അത് കേരളത്തിൽ വ്യാപിക്കാനിടയായിട്ടുള്ള ഒരു സാഹചര്യം ഇങ്ങനെ. പണ്ട് നമ്മുടെ നാട്ടിലെ ഈ കുളങ്ങളിലും തോടുകളിലും ഒക്കെ ഇറങ്ങി കുളിക്കുന്നതിന് ഒരു ഭയവുമില്ലാതെ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് നിലവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. കാര്യം കുറച്ച് നാളുകൾക്ക് മുൻപ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഒരു കുളത്തിൽ ഈ പറയുന്ന രീതിയിൽ നിരവധി ആളുകൾക്ക് രോഗം ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പിന്നീട് ആ രോഗകാരിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള വീഴ്ചകളൊക്കെ വന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ രോഗം സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും ഈ പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു, ഈ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മറുപടി. അതായത് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഭീതി ഇനിയും വിട്ടൊഴിഞ്ഞിട്ടില്ല. മാസങ്ങളായി എന്താണ് കാരണമെന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത നമ്പർ 1 ആരോഗ്യ വകുപ്പാണ് കേരളത്തിലുള്ളത് എന്ന് ഈ റിപ്പോർട്ടിൽ ഈ തത്സമയ വിവരങ്ങളിൽ വ്യക്തമാണ്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ജില്ലയിലെയും അവസ്ഥ മറ്റൊന്നല്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേരാണ് ജില്ലയിൽ രോഗം ബാധിച്ച് മരിച്ചത്. 3 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാവുകയാണ്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനഘ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ രോഗം ഇത്രത്തോളം മാരകമായി പടർന്നു പിടിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ഉറവിടം എന്നെല്ലാം കണ്ടെത്താൻ ആകാത്ത വിധം പ്രതിരോധത്തിലായിരിക്കുകയാണല്ലേ ആരോഗ്യവകുപ്പ്? തീർച്ചയായും കൃഷ്ണരാജ്, കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേരാണ് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. മാത്രമല്ല ഇപ്പോഴും 3 പേർ ഈ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് എന്നതാണ്. ഇങ്ങനെ തുടരെ ഈ കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും അതിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ പ്രവർത്തകർക്ക് ഇത്ര ദിവസമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. മാത്രമല്ല ഈ പ്രദേശത്തെ ഒക്കെ തന്നെ ഈ കുളങ്ങൾ, തോട്,
കോഴിക്കോട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി ആരോഗ്യ പ്രവർത്തകർ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും കൃത്യമായി ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഒരു ഉറവിടം കണ്ടെത്താൻ ഇവർക്ക് കഴിയുന്നില്ല. മാത്രമല്ല ഈ രോഗം പിടിപെട്ടവരിൽ ചിലരൊന്നും തന്നെ ഇത്തരത്തിൽ തോടുകളിലോ കുളത്തിലോ ഒന്നും കുളിക്കാതെ ഇത്തരം വെള്ളവുമായി ഒരു സമ്പർക്കവും ഇല്ലാത്തവർക്ക് പോലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട സാഹചര്യം പോലും കോഴിക്കോടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ പ്രവർത്തകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഏറ്റവും ഗുരുതരമായ മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ആരോഗ്യ പ്രതിരോധ പ്രവർത്തനം നടത്തുന്നതിനായി സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. അതും ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു തടസ്സം, കാലതാമസം ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഒരുപാട് ഗ്രാമപ്രദേശങ്ങൾ ഉള്ളവരാണ്. ഇപ്പോൾ ചികിത്സയിലുള്ളവരൊക്കെ തന്നെ ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് ഉള്ളവരാണ്. ഇപ്പോൾ 3 പേർ ചികിത്സയിലുള്ളവർ. ആ പ്രദേശത്തൊക്കെ തന്നെ കൃത്യമായി ഒന്നിലധികം തോടുകളും കുളങ്ങളും അങ്ങനെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളും ഒക്കെ ഒരുപാടുള്ള സ്ഥലങ്ങൾ കൂടിയാണ്. ഇവിടെയൊക്കെ എത്തി പരിശോധന ആരോഗ്യ പ്രവർത്തകർ നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും കൃത്യമായി പ്രതിരോധ പ്രവർത്തനം നടത്താനുള്ളൊരു തുക അനുവദിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാലതാമസമുണ്ട് എന്നുകൂടി ഒരു ആരോപണം ഉയരുന്നുണ്ട്. കൃഷ്ണരാജ്, കോഴിക്കോട്ടും ഭീതിയാണ്. ഒരാഴ്ചക്കിടെ 2 പേർ മരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ. ഒരുപക്ഷെ ഇതൊരു വലിയ പ്രശ്നമായി മാറിയേക്കാവുന്ന ഒന്ന്. എല്ലാവരും തുടക്കത്തിൽ ഈ രോഗത്തെ കേരളം പരിചയപ്പെടുത്തുന്ന സമയത്ത് വളരെ ആശങ്കപ്പെട്ടതാണ്. അത് തുടരെ കുറേ പേരിലേക്ക് വന്നതുമാണ്. പക്ഷേ ഇനിയും ഒരു നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ വലിയ കഷ്ടമാണെന്നല്ലാതെ എന്തു പറയാൻ. അനഘയും പ്രജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനു നേരെ ഖലിസ്ഥാൻ ആക്രമണ ശ്രമം. സംഭവം UK സന്ദർശനത്തിനിടെ ബ്രിട്ടനെ പ്രതിഷേധമറിയിച്ച് ഭാരതം. BJP വളർച്ച തുറന്ന് സമ്മതിച്ച് CPM. പാർട്ടി വോട്ടുകൾ BJPയിലേക്കെന്ന സംഘടനാ റിപ്പോർട്ട്. ശക്തി കേന്ദ്രങ്ങളിലും വൻ വോട്ട് ചോർച്ച ഗൗരവത്തോടെ കാണണമെന്ന് MV ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ. സംസ്ഥാന സമ്മേളനം ഇന്നു മുതൽ കൊല്ലത്ത്. മുതിർന്ന നേതാക്കളെ അവഹേളിച്ച് CPM. G സുധാകരനും പാൽവുളി മുഹമ്മദ് കുട്ടിക്കും സംസ്ഥാന സമ്മേളനത്തിന് ക്ഷണമില്ല. പ്രായപരിധി നിബന്ധനയിൽ AK ബാലനും PK ശ്രീമതിയും പുറത്തേക്ക്. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ വീണ്ടും ഭേദഗതി. അസോസിയേറ്റ് പ്രൊഫസറെയും പ്രോ VC-യാക്കാം. നീക്കം VC-ക്ക് മേൽ അധികാരം ഉറപ്പിക്കാനെന്ന് വ്യക്തം. മന്ത്രി R ബിന്ദു ഇടത് സംഘടനകളുടെ ചൊൽപ്പടിയിലെന്ന ആരോപണം. ഹമാസിന് അമേരിക്കയുടെ അന്ത്യശാസനം. മുഴുവൻ ബന്ദികളെയും ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ വെറുതെ വിടില്ല. മരിച്ചവരുടെ മൃതദേഹം കൈമാറണം. ഇല്ലെങ്കിൽ ഇസ്രയേലിന് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ വിദേശ നയം മാറ്റം അനുകൂലം. ട്രംപിൽ പ്രതീക്ഷയുണ്ടെന്ന എസ് ജയശങ്കർ. പാക് അധിനിവേശ ജമ്മുകശ്മീർ തിരിച്ചുപിടിക്കും. ലഹരി വഴികളിലൂടെ പോലീസ്. രാജ്യാന്തര ബന്ധങ്ങളുടെ ഉറവിടം തേടി NCBയും. കൊച്ചിയിലേക്കുള്ള ലഹരിക്കടത്തുകളിലെ അന്വേഷണം ഊർജിതം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ. ദക്ഷിണാഫ്രിക്കയെ 50 റൺസിന് തകർത്ത് കിവികൾ. കലാശ പോരാട്ടം ഞായറാഴ്ച ദുബായിൽ. നിയമസഭയിൽ അവതരിപ്പിച്ച സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ വീണ്ടും ഭേദഗതിയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. വിമർശനങ്ങൾ ഉയർന്നതോടെ ബില്ലിലെ പ്രോ VC-യുടെ യോഗ്യത വെട്ടിക്കുറച്ചു. അധ്യാപക സംഘടനാ നേതാക്കളുടെ സമ്മർദ്ദത്തിന് മന്ത്രി R ബിന്ദു വഴങ്ങിയെന്നാണ് ആരോപണം. പുതിയ ഔദ്യോഗിക ഭേദഗതി സബ്ജക്റ്റ് കമ്മിറ്റിക്ക് നൽകി. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേർന്നു. ശാലിനി, ഈ അസോസിയേറ്റ് പ്രൊഫസർമാരെ കൂടി പ്രോ VC-ആക്കാം എന്നൊരു നീക്കം നടക്കുന്നത് VC-ക്ക് മേലുള്ള അധികാര കടന്നുകയറ്റമായി കാണണം, അല്ലേ?
കൃഷ്ണരാജ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസമാണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ സർവകലാശാല ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്. ഈ ബില്ല് അവതരിപ്പിക്കാനുള്ള ചർച്ചകൾ നടന്ന അന്നു മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ, വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുകയായിരുന്നു. പ്രത്യേകിച്ച് UGC പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്ന സാഹചര്യത്തിൽ VC-മാർക്കും ചാൻസലർമാർക്കും കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഭേദഗതികൾ UGCയുടെ ഭാഗത്ത് നിന്ന് നിലനിൽക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ടൊരു സംസ്ഥാനം ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിക്കുക, ആ ബില്ലിൽ VC-മാർക്കും ഒപ്പം തന്നെ മന്ത്രി അടക്കമുള്ള VC-ആയ മന്ത്രി അടക്കമുള്ള പല സർവകലാശാലകളിലും VC-മാരുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൽ കടന്നു കയറുന്ന രീതിയിലുള്ള നടപടികളും നിർദ്ദേശങ്ങളും ബില്ല് അവതരിപ്പിച്ചതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഉയരുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബില്ലിൽ വീണ്ടും ഒരു ഭേദഗതിയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ഭേദഗതി നൽകിക്കൊണ്ട് തന്നെ ഈ ഒരു ഭേദഗതി ബില്ല് ഔദ്യോഗികമായി സബ്ജക്ട് കമ്മിറ്റിക്ക് കൈമാറിയിട്ടുമുണ്ട്. ഇനി ആ സബ്ജക്ട് കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ആ ബില്ലിലെ പുതിയ ഭേദഗതി എന്ന് പറയുന്നത് ഈ പല സർവകലാശാലകളിലും ഈ അസിസ്റ്റന്റ് പ്രൊഫസർമാരടക്കമുള്ളവർ ഉണ്ട്. ഇവരുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ ഇവരെ നിയമിച്ചതടക്കമുള്ള വിവാദങ്ങൾ പല കോണുകളിലും നിൽക്കുമ്പോൾ ഈ PVC നിയമനം പ്രൊഫസർ ഉൾപ്പെടെയുള്ളവർ കോളേജ് പ്രിൻസിപ്പൽ തസ്തികയിലുള്ളവരിൽ നിന്നാകണമെന്നാണ് പുതിയ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. പ്രൊഫസർമാർക്ക് പകരം അസോസിയേറ്റ് പ്രൊഫസർ മതി എന്നുള്ളതാണ് മന്ത്രിയുടെ നിർദ്ദേശം. ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിൽ സീനിയർ പ്രൊഫസർമാരും പ്രൊഫസർ അടക്കമുള്ള അവരുടെ പദവിയിലുള്ള ഉദ്യോഗസ്ഥരും സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥന്മാരും അഫിലിയേറ്റഡ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരും തുടരുമ്പോഴാണ് ഈ 10 വർഷത്തെ മാത്രം അധ്യാപന പരിചയമുള്ളവരെയൊക്കെ ഒരു അസോസിയേറ്റ് പ്രൊഫസർക്ക് PVC ആകാൻ പറ്റുമോ അല്ലെങ്കിൽ VC ആകാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നത്. ആ ഒരു നിയമ ഭേദഗതിയാണ് ഇപ്പോൾ നൽകിക്കൊണ്ട് മന്ത്രി ഈ ഭേദഗതിയിൽ വീണ്ടും ഭേദഗതി വരുത്തിക്കൊണ്ട് സബ്ജക്ട് കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. വിഷയത്തിൽ കാര്യമായി തന്നെ ഗവർണർ ഇടപെടണമെന്നും ഒപ്പം തന്നെ ഈ ബില്ല് പാസ്സായി രാജ്ഭവനിലേക്ക് എത്തുമ്പോൾ അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിവേദനം അടക്കമുള്ള വിദ്യാഭ്യാസ വിദഗ്ധർ രാജ്ഭവനിലേക്ക് നൽകാൻ ഒരുങ്ങുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. VC-ക്കുള്ള നിരവധി അധികാരങ്ങളാണ് ഇതിലൂടെ VC-ക്ക് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് നിയമം ആയി പുറത്തേക്ക് വരുമ്പോൾ സംസ്ഥാനത്തെ മിക്ക സർവകലാശാലകളിലും നേരിട്ട് VC-മാരിലൂടെ സർവകലാശാല ഭരണം പിടിക്കാനുള്ള ഇടത് സർക്കാർ നീക്കം കൂടിയാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏകദേശം 8-ലധികം സർവകലാശാലകളിലെ VC-മാരെ സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽപ്പുണ്ട്. പല സർവകലാശാലകളിലെ VC-മാരും സർക്കാരിന് കീഴ്പ്പെടാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ VC-മാർക്ക് കൂടുതൽ അധികാരം നൽകുമ്പോൾ അല്ലെങ്കിൽ മന്ത്രിയുടെ അടക്കം ഇടപെടൽ നേരിട്ട് സർവകലാശാലയിലേക്ക് എത്തുന്നു. അവിടെ VC-മാർ ഒന്നുമല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സിൻഡിക്കേറ്റിനെയും സെനറ്റിനെയും വെച്ചുകൊണ്ടും VC-യെ വെച്ചുകൊണ്ടും സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ഭരണം പിടിക്കാനുള്ള ഒരു ഇടത് നീക്കമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും UGC പുറത്തിറക്കിയ 2025-ലെ കരട് UGC റെഗുലേഷനിൽ VC-യുടെ തസ്തിക തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ UGC ഒരു പുതിയ മാർഗനിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുമിച്ച് ഒരു ഒറ്റക്കെട്ടായി നൽകുമ്പോൾ അതിനെ മറികടന്നുകൊണ്ടാണ് ഇടത് സർക്കാർ പ്രത്യേകിച്ച് UGC-ക്കെതിരെ പ്രമേയമടക്കം പാസാക്കിയ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് വരുന്നത്. അതിനെ UGC ഏത് രീതിയിൽ കാണും, സർക്കാർ അതിനെ ഏത് രീതിയിൽ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. എന്തായാലും UGC-ക്ക് മേളിലേക്ക് ഒരു സർവകലാശാലകളെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ സംസ്ഥാനം അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഭേദഗതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മന്ത്രി അടക്കമുള്ളവരുടെ പ്രതികരണം ഇക്കാര്യം ഭേദഗതി ബില്ലാണ്, അതിലാണ് വീണ്ടും ഭേദഗതി വരുത്തുന്നത്. ആരാണ് ബിന്ദുവിൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ? കൃഷ്ണരാജ്, നമ്മൾ മനസ്സിലാക്കുന്നത് ഇടത് അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത സമ്മർദ്ദം മന്ത്രിക്കുണ്ട് എന്നുള്ളതാണ്. കാരണം പല ഘട്ടങ്ങളിലും നമുക്കറിയാം ഓരോ സർവകലാശാലകളുടെ ഭരണം നടത്തുന്നത് VC-ക്ക് മുകളിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്, അത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. കേരള സർവകലാശാലയുടെ അടക്കം VC-യെ കോളേജിലേക്ക് ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാതെയും ഒപ്പം തന്നെ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താതിരിക്കാനും ഒക്കെയുള്ള കടുത്ത സമരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അവിടെ നടന്നത് നമ്മൾ കണ്ടതാണ്. SFIയുടെ നേതൃത്വത്തിൽ അതിന് ചുക്കാൻ പിടിച്ചതൊക്കെ ഇടത് നേതാക്കന്മാരൊക്കെയാണ്. സമാനമായി തന്നെ ഇടത് നേതാക്കന്മാർക്ക് വേണ്ടി അവരുടെ ഇഷ്ടപ്പെട്ട അധ്യാപകർക്ക് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ സാധ്യമാക്കാനും അവരിലൂടെ ഭരണം പിടിക്കാനുമുള്ളൊരു നീക്കമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് ആക്ഷേപമായി വരുന്നത്. എന്തായാലും
PVC-യുടെ അധികാരങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് സർവകലാശാല അധികാരങ്ങൾ പിടിക്കുക എന്നുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നൊരു വിമർശനം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പല സർവകലാശാലകളും മറ്റൊരു ബില്ലിൽ പരിഗണിക്കുകയാണെങ്കിൽ പല സർവകലാശാലകളിലും പ്രോ VC-മാരായിട്ടിരിക്കുന്നത് അതായത് വകുപ്പ് മന്ത്രിമാരാണ്. ഇപ്പോൾ ആരോഗ്യ സർവകലാശാല പരിഗണിക്കുകയാണെങ്കിൽ വീണ ജോർജ് ആണ്. ഒപ്പം തന്നെ ഈ വിവിധ സർവകലാശാലകളിൽ ഇത്തരത്തിലുള്ള മന്ത്രിമാരായിരിക്കും. മന്ത്രിമാർക്കൊന്നും കിട്ടാത്ത അധികാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രം ഈ പ്രോ VC ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ പ്രോ VC-മാരുടെ ഈ ഒരു നടപടിയും ഒപ്പം തന്നെ ഭേദഗതി അവതരിപ്പിച്ച ബില്ലിൽ വീണ്ടും ഭേദഗതിയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ എത്തുന്നത്. അത് സബ്ജക്ട് കമ്മിറ്റിക്ക് മുൻപാകെ നൽകുകയും ചെയ്തു. ഇനി സബ്ജക്ട് കമ്മിറ്റി ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കും, ഇത് അംഗീകരിക്കുമോ അതോ തള്ളുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഈ നിയമസഭാ കാലയളവിൽ ഇത് ബില്ല് പാസ്സാക്കിക്കൊണ്ട് രാജ്ഭവനിലേക്ക് പോകാനുള്ള ഒരു നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത്. 27-ാം തീയതിയോടുകൂടി സഭാ സമ്മേളനം അവസാനിക്കുകയാണ്. അതിനു മുൻപ് നടപടികളുമായി വേഗത്തിൽ തന്നെ നീങ്ങാനൊരുങ്ങുന്ന സർക്കാർ നടപടിയിൽ ഏത് തരത്തിലുള്ള കടിഞ്ഞാണായിരിക്കും ഇനി രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് വരിക, വിദ്യാഭ്യാസ വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് വരിക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കൃഷ്ണരാജ്, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. ശരി, തലക്കെട്ടുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെതിരെ ലണ്ടനിൽ ഖലിസ്ഥാൻ വിഘടനവാദികളുടെ പ്രതിഷേധം. ലണ്ടനിൽ ജയശങ്കർ പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്ന വേദിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത്. അദ്ദേഹത്തിന്റെ കാറിന് നേരെയും ആക്രമണ ശ്രമം ഉണ്ടായതായി അറിയാൻ സാധിക്കുന്നുണ്ട്. ഐസൻ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൻ, ഈ വിഷയത്തിൽ UK ഭരണകൂടത്തെ ഭാരതം അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണത്തിലുണ്ടായ വീഴ്ച തന്നെയല്ലേ ഇതിന് കാരണം? ദേവിക, തീർച്ചയായും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഖാലിസ്ഥാൻ ഭീകരർ തുടർച്ചയായി ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾക്കെതിരെയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്കെതിരെയും അമേരിക്കയിലും അതുപോലെ തന്നെ കാനഡയിലും ഇതുപോലെ ഇപ്പോൾ അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ബ്രിട്ടനിലും ഉണ്ടാകുന്നു. ബ്രിട്ടൻ സന്ദർശന വേളയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഖാലിസ്ഥാൻ ഭീകരർ തങ്ങളുടെ സ്വതന്ത്ര ഖാലിസ്ഥാൻ സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഭാരതത്തിനെതിരായ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ ഭാരതത്തിനെതിരായ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇന്നും ഈ സംഭവം നടന്നിരിക്കുന്നതെന്നാണ് ഏറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം. ബ്രിട്ടനിലും അതുപോലെ തന്നെ കാനഡയിലും അമേരിക്കയിലും നേരത്തെ തന്നെ തുടരുന്ന ഈ ഖാലിസ്ഥാൻ ഭീകരരുടെ പ്രതിഷേധ രീതികൾ, ഇത്തരത്തിലുള്ള അൺപാർലമെൻ്ററിയായ അല്ലെങ്കിൽ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് നീങ്ങുന്ന പ്രതിഷേധ രീതികൾ ഇത് പലതവണയായി ആവർത്തിക്കുകയാണ്. കർശനമായൊരു നിലപാട് ഏതാണ്ട് ഒരു വർഷം മുമ്പ് അത് കൃത്യമായി എസ് ജയശങ്കർ തന്നെ പറയുന്നൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അത് കാനഡയിൽ നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം, ടൊറൻറ്റോയിൽ നടന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ശേഷവും തുടർച്ചയായി അമേരിക്കയിലും മറ്റും ഇത് സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെ അതിശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിന് ശേഷവും ബ്രിട്ടനിൽ വീണ്ടും ഇത്തരത്തിൽ പ്രതിഷേധം അരങ്ങേറുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. അത്തരത്തിൽ ബ്രിട്ടനിൽ പ്രതിഷേധം അരങ്ങേറുന്നു. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ കാർ പുറത്തേക്ക് വേദിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആ ചർച്ചാവേദിയിലേക്ക് വരുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ കാറിന് നേരെയും ആക്രമണ ശ്രമം ഉണ്ടായി എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ സുരക്ഷയുടെ വീഴ്ചയായി തന്നെ കൃത്യമായി കണക്കാക്കാവുന്നതാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, ഒരു വിദേശ പ്രതിനിധി, പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രി ബ്രിട്ടനിലെത്തുന്നു. ബ്രിട്ടനെ സംബന്ധിച്ച വിഷയമാകുമ്പോൾ ഈ ബ്രിട്ടൻ ഇക്കാര്യത്തിൽ റൂൾ ഓഫ് ലോയുടെ ഒരു പൂർണ്ണമായി നടപ്പാക്കണമെന്ന് കൃത്യമായ നിലപാടുള്ള ഒരു രാജ്യത്ത് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഒരു വിദേശകാര്യമന്ത്രി തങ്ങളുടെ രാജ്യം സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ വിദേശകാര്യ മേധാവി തന്നെ തങ്ങളുടെ രാജ്യം സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇത് അതീവ രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി മറ്റൊരു രാജ്യത്ത് എത്തുമ്പോഴുണ്ടാകുന്ന സുരക്ഷാ വീഴ്ച, അതായത് വളരെ ഗൗരവകരമായ ഒരു വിഷയമായി ഇത് മാറുന്നു. തീർച്ചയായും അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം നയതന്ത്ര പ്രതിനിധികളെ ആക്രമിക്കുക എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ കുറ്റകൃത്യമായും അല്ലെങ്കിൽ വലിയൊരു വീഴ്ചയുമായി തന്നെയാണ് വിയന്ന കരാറിൽ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, വിദേശകാര്യം സംബന്ധിച്ച ധാരണകളെല്ലാം തന്നെ വിയന്ന കരാറിലാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ വിയന്ന കരാറിൻ്റെ ലംഘനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൃത്യമായും നിരീക്ഷിക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സമാധാനപരമായൊരു പ്രതിഷേധമല്ല ഖാലിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്തരത്തിലൊരു അക്രമ സ്വഭാവത്തിലുള്ള സമരങ്ങൾ, കോൺസുലേറ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുക, അതുപോലെ ദൃശ്യങ്ങളിൽ ലണ്ടൻ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വിഘടനവാദി അവിടേക്ക് ഓടിച്ചെല്ലുകയും അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ ഓടിച്ചെല്ലുന്നൊരു സാഹചര്യം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇന്ത്യൻ പതാക വലിച്ചു കീറുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ലണ്ടൻ പോലീസ് അവിടെ നിന്നും നിശബ്ദരായി നിൽക്കുന്നതല്ലാതെ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല എന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്.
തീർച്ചയായും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ, അതായത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലുള്ള ഇത്തരം സംഭവ വികാസങ്ങളെല്ലാം തന്നെ തുടർച്ചയായി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത് നേരത്തെയും ഇതുപോലെ തന്നെ ഭാരതത്തിൻ്റെ പതാക, അത് മുഴുനീള പതാക, ഭാരതത്തിൻ്റെ പതാക എന്ന് പറയുമ്പോൾ അത് മീറ്റർ കണക്കിന് നീളത്തിൽ തയ്യാറാക്കി കൊണ്ടുവന്ന് അത് റോഡിൽ നിവർത്തിയിട്ട് അത് ചവിട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് കാനഡയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടായി. ഇപ്പോഴും ഈ പതാക വലിച്ചു കീറുന്നൊരു നീക്കമുണ്ടായി എന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചില്ല, അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുത്തില്ല എന്നത് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായി തന്നെ കണക്കാക്കപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഭാരതം ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുക തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഭാരതത്തിൻ്റെ പ്രസിഡന്റ് തലത്തിലോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി തലത്തിലോ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. നമുക്കറിയാവുന്നതാണ് എസ് ജയശങ്കർ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി, ഒരു ക്യാബിനറ്റ് അംഗം കൂടിയായ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യം, അതും അവരുടെ ചർച്ചകൾക്ക്, അതായത് ബ്രിട്ടനിൽ ചെന്ന് ബ്രിട്ടനുമായുള്ള നയതന്ത്ര ചർച്ചകൾക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധമുണ്ടാവുകയും ആക്രമണമുണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു വലിയ പ്രശ്നമായി തന്നെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര തലത്തിലെ ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടാകും. ഭാരതം അതിശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിക്കും. അത് കുറെ കൂടി ഉയർന്ന തലത്തിൽ തന്നെ പ്രതിഷേധങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയും ഒട്ടും തള്ളിക്കളയാനാവില്ല എന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് നിരീക്ഷിക്കാനാകുന്നത്. അതെ, മാർച്ച് 4 മുതൽ 9 വരെയാണ് UK നടക്കുന്ന ഔദ്യോഗിക സന്ദർശനത്തിനായി അദ്ദേഹം എത്തുന്നത്. ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിസ് ലാമിയുമായും മറ്റ് പ്രധാന ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ചർച്ചകൾ നടത്താനിരിക്കെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വ്യാപാരം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം, പ്രതിരോധ സഹകരണം എന്നിവ ഉൾക്കൊള്ളുന്ന ഇന്ത്യ UK സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ വിദേശ നയമാറ്റം ഭാരതത്തിന് അനുകൂലമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ട്രംപിൽ പ്രതീക്ഷയുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു. പാക് അധിനിവേശ ജമ്മു കശ്മീർ തിരിച്ചുപിടിക്കുമെന്നും പ്രഖ്യാപനം. പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വയ്ക്കുന്ന കശ്മീരിൻ്റെ ഭാഗം വൈകാതെ ഭാരതത്തോടൊപ്പം ചേരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് കശ്മീർ വിഷയം പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുൾപ്പെടെ നിരവധി ഇടപെടലുകൾ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഭാരതത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കശ്മീരിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ഐസൻ ജോസ് വീണ്ടും ചേരുന്നു. ഐസൻ, കശ്മീർ, പാക് അധിനിവേശ കശ്മീർ, അത് തിരിച്ചു പിടിക്കും എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു ജയശങ്കർ. തീർച്ചയായും കൃഷ്ണരാജ്, പാക് അധിനിവേശ കാശ്മീർ തിരിച്ചു പിടിക്കും എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് എസ് ജയശങ്കറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് പൂർണ്ണമാകുന്നതോടെ, അത്തരം നീക്കങ്ങൾ കൂടി പൂർണ്ണമാകുന്നതോടെ ഈ പാക് ഭാരതത്തിൻ്റെ പൂർണ്ണമായും നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭാഗമായ കാശ്മീരിൻ്റെ ഒരു ഭാഗം നിലവിൽ പാകിസ്ഥാൻ്റെ കൈവശമാണുള്ളത്. അത് പൂർണ്ണമായും ഭാരതത്തിന് ലഭിക്കണമെന്ന് അന്താരാഷ്ട്ര വേദികളെല്ലാം തന്നെ കൃത്യമായൊരു നിലപാട് ഭാരതം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ അന്താരാഷ്ട്ര വേദികളിലെല്ലാം മുന്നോട്ട് വെച്ച കൃത്യമായ ഈ നിലപാടിൻ്റെ ഭാഗമായി ഈ പാക് അധിനിവേശ കാശ്മീർ അത് ഭാരതത്തിൻ്റെ ഭാഗമായി തന്നെ ചേരുമെന്ന ഉറച്ച നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടന്നത്, അതുപോലെ അനുബന്ധമായ നിരവധിയായ നടപടികൾ ഭാരതത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കാശ്മീരിൽ നടക്കുകയും അവിടെ തീവ്രവാദം, ഭീകരത ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പോളിംഗ് ഉണ്ടാവുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ് ഭീകരരെയെല്ലാം തന്നെ തുരത്താൻ സാധിച്ചതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ആ വലിയ പോളിംഗ് റേറ്റ്. നേരത്തെ നമുക്ക് വാർത്തകളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്നു. ഏതാണ് വോട്ട് ചെയ്തതിന് ശേഷം മഷിയടയാളമുള്ള വിരലുകൾ കണ്ടെത്തി ആ വിരൽ മുറിച്ചു കളയുമെന്ന ഭീഷണി പോലും അന്ന് ഭീകരർ പുറപ്പെടുവിച്ച, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീകരമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു കാലഘട്ടത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് 60% വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ ജനാധിപത്യത്തിൻ്റെയും രാജ്യത്തിൻ്റെ ഇച്ഛാശക്തിയുടെയും വിജയമാണ് എന്ന് കൃത്യമായി സൂചിപ്പിക്കുമ്പോൾ തന്നെയാണ് മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പാക് നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന നിലപാട് എസ് ജയശങ്കർ അറിയിക്കുന്നത്. അത്തരത്തിൽ എസ് ജയശങ്കർ അറിയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അധികം വൈകാതെ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിൽ നിന്നും കാശ്മീരിനെ പൂർണ്ണമായും ഭാരതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യും. അന്ന് ഈ കാശ്മീർ വിഷയം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് അധികമായി, നിലവിലെ സാഹചര്യത്തിനേക്കാൾ കൂടുതലായി കാശ്മീർ പൂർണ്ണമായും ഭാരതത്തിൻ്റെ ഭാഗമാകുമെന്ന ഒരു നിലപാട്, അത് പൂർണ്ണതയിലെത്തുന്നത് അന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ എസ് ജയശങ്കർ പ്രതികരിച്ചിരിക്കുന്നത്. ശരി, കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നു വിദേശകാര്യമന്ത്രി ജയശങ്കർ. വിവരങ്ങൾ നൽകുവാൻ ഐസൻ ജോസ്. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാസമരം തുടരുകയാണ്. എന്തു വന്നാലും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാതെ പിന്നോട്ടില്ല എന്നവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്തുണ കൂടുന്നുമുണ്ട്. പുറത്തുനിന്ന് നിരവധി പേർ പിന്തുണയുമായി എത്തുന്നുമുണ്ട്.
ഈ വരുന്ന ശനിയാഴ്ചയാണ് വനിതാ ദിനം. വനിതാ ദിനത്തിൽ വനിതകളെ അണിനിരത്തി പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. അന്താരാഷ്ട്ര വനിതാ ദിനം ആശമാർക്കൊപ്പം എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സംഗമം നടത്തും. ഇതുവരെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എല്ലാ സ്ത്രീകളെയും ഒന്നിച്ചു ചേർത്താണ് വനിതാ ദിനത്തിലെ പ്രതിഷേധം. അതേസമയം രാപ്പകൽ സമരം ഇന്ന് 25ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, പല രീതിയിലും അവഹേളിച്ചു അല്ലെങ്കിൽ പല രീതിയിലും അവരെ ദ്രോഹിക്കാൻ മഴ വന്നപ്പോൾ പോലും ആ ടാർപോളിൻ പോലും അഴിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിൽ നിന്നൊന്നും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ് എന്ന അതേ പോരാട്ടം തുടരുകയാണ് ആശാ വർക്കേഴ്സ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പെമ്പിള ഒരുമ നേതാവ് ഗോമതി അടക്കം അവിടേക്ക് എത്തി അവരോടൊപ്പം തന്നെയാണ് എന്ന് അറിയിക്കുന്നുണ്ടായിരുന്നു. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയെ എവിടെ കണ്ടാലും ഒറ്റയ്ക്ക് വഴി തടയാൻ പോലും താൻ തയ്യാറാണ് എന്നടക്കം പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ ഇന്ന് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദേവിക സൂചിപ്പിച്ചതുപോലെ ആശാവർക്കർമാരുടെ സമരമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ 25ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. കാരണം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ 25ാം ദിവസത്തിലേക്ക് ഈ സമരത്തിലേക്ക് എത്തുന്നത്. പക്ഷേ പിന്നോട്ടില്ല എന്നൊരു നിലപാട് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മാർച്ച് 8ാം തീയതി സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ വനിതകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സംഗമം സംഘടിപ്പിക്കാനായിട്ട് ഈ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. 1000-ലധികം വരുന്ന സംഘാടകരും ഒപ്പം തന്നെ അതിന്റെ സമരക്കാരും ആ പന്തലിലുണ്ടാകും. ഒപ്പം തന്നെയാണ് ഈ കഴിഞ്ഞ 25 ദിവസം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാപ്പകൽ സമരവേദിയിലേക്ക് എത്തിയ വനിതകളെ കൂടി ഈ വനിതാ ദിനത്തിൽ അവർക്കൊപ്പം ഇരുത്തി അല്ലെങ്കിൽ ആ ഒരു സംഗമം മഹാസംഗമമായി നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ സമരം പല ഘട്ടങ്ങളിലും തകർക്കാൻ, അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ അടക്കം CPM നേതാക്കൾ സ്വീകരിച്ച നിലപാടുകൾ, നടപടികളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടവെച്ചതുമാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ CITUവിന് സമരം നടത്താം, അവിടെ പന്തൽ കെട്ടാം, ഒപ്പം തന്നെ റോഡ് തടഞ്ഞുകൊണ്ട് കസേരയിട്ട് സമരം നടത്താം. പക്ഷേ ഒരു ആവശ്യത്തിന് വേണ്ടി സാധാരണക്കാർക്ക് അവിടെ സമരം ചെയ്യാൻ കഴിയില്ല എന്നൊരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നതിനെ വലിയ രീതിയിലുള്ള വിമർശനമായിട്ട് തന്നെയാണ് ഈ ആശാവർക്കർമാർ വിമർശിക്കുകയും ചെയ്തത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ ഇന്നും സമരം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഇന്നലെ രാത്രി വൈകിയൊക്കെ അവിടെ സമരക്കാർ ഉണ്ടായിരുന്നു. ഇന്നലെ പെമ്പിള ഒരുമ നേതാവ് ഗോമതി അടക്കമുള്ളവർ സമരവേദിയിലേക്ക് എത്തിയത് അവർക്കൊരു ഊർജ്ജം പകരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടുതൽ വനിതാ നേതാക്കന്മാർ ഇന്നും ആ സമരവേദിയിലേക്ക് എത്തുമെന്നുള്ളതാണ് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും ശക്തമായ സമരം തുടരുകയാണ്. അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ, ഒപ്പം തന്നെ അവരുടെ കാലാവധി പൂർത്തിയാക്കി അവർ ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകണം, ഒപ്പം തന്നെ ജോലി സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ സമരം ശക്തമായി തുടരുമെന്നുള്ളത് തന്നെയാണ് ആശാ വർക്കർമാരുടെ സംഘടന വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന് എത്ര ദിവസം സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇരിക്കേണ്ട വന്നാലും അവർ ഇരിക്കുമെന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു 25ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും യാതൊരു രീതിയിലുള്ളൊരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു അനുരഞ്ജന നീക്കത്തിനോ സർക്കാർ തലത്തിൽ നിന്ന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഒരു രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നുമില്ല. ധനവകുപ്പ് അടക്കം ഇവരെ ആക്ഷേപിക്കുകയും ധനമന്ത്രി അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം. അതിന്റെ അടുത്ത നടപടി എന്നോണം അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്നോണമാണ് ഈ 8ാം തീയതി ശനിയാഴ്ച വനിതാ ദിനത്തിൽ ഇത്തരത്തിലൊരു വലിയ മഹാസംഗമമായി ഈ ഒരു സമരവേദിയിൽ അവർ ഈ സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പരിപാടിയുടെ പേര് തന്നെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ സമരത്തെ പിന്തുണച്ചെത്തിയ മുഴുവൻ വനിതകളെ എത്തിക്കുന്നതോടൊപ്പം തന്നെ ഈ മഹിളാ സംഘം അന്താരാഷ്ട്ര വനിതാ ദിനം ആശമാർക്കൊപ്പം എന്ന തലക്കെട്ടുകൂടി ക്യാപ്ഷനോട് കൂടിയാണ് ഈ സംഗമം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ദേശീയ അധ്യാപക പരിഷത്തിന്റെ ഭാഗത്തു നിന്ന് 1000 ആശാ വർക്കർമാരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി സമര പന്തലിലെത്തി ആശമാരെ ആദരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് അവഗണന ലഭിക്കുമ്പോൾ മറുഭാഗത്ത് നിന്ന് പിന്തുണ ആശാ വർക്കർമാർക്ക് കൂടുതൽ ലഭ്യമാവുകയാണ് ഈ ദിവസങ്ങളിലും. ദേവിക. ശരി ശാലിനി. കണ്ണൂരിൽ കുട്ടിയാന ചരിഞ്ഞ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. കൊട്ടിയൂർ റേഞ്ചിൽ കേസ് രജിസ്റ്റർ ചെയ്തു. പടക്കം പൊട്ടിയാണ് ആനക്കുട്ടിക്ക് പരിക്കേറ്റത് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. CCF അന്വേഷണത്തിന് ഉത്തരവിട്ടു. മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, എന്താണ് മറ്റു വിശദാംശങ്ങൾ? കണ്ണൂർ തലവനായ 11-അംഗ അന്വേഷണ സംഘമാണ് ഈ കണ്ണൂരിൽ കുട്ടിയാന ചരിഞ്ഞ കേസ് അന്വേഷിക്കുക. കൊട്ടിയൂർ റേഞ്ച് ഇന്നലെ രാത്രിയോട് കൂടി തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു.
നമുക്കറിയാം കുട്ടിയാനയുടെ വായിക്ക് വലിയ തോതിലുള്ള പരിക്കേറ്റിരുന്നു, ഗുരുതരമായ പരിക്കാണ് ഏറ്റിരുന്നത്. താടിയിലും അതുപോലെ തന്നെ താടിയുടെ ഭാഗവും തൊണ്ടയ്ക്കടക്കം നാവിനും ഒക്കെ തന്നെ പരിക്കേൽക്കുന്ന രീതിയിലുള്ള വലിയ പരിക്കാണ് കുട്ടിയാനയ്ക്ക് ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ ഇത് പടക്കം പൊട്ടി ഉണ്ടായ പരിക്കാണ് എന്ന് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു കേസ് എടുത്തിരിക്കുന്നത്. CCF ആണ്, അതായത് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആണ് ഈ ഒരു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കാൻ വേണ്ടി ഉത്തരവിട്ടത്. ഇതിന്റെ ഭാഗമായിട്ടാണ് 11 സംഘം ഈ കേസ് അന്വേഷിക്കുക. എവിടെ നിന്നാണ് ഈ കുട്ടിയാനയ്ക്ക് പരിക്കേറ്റത്, ഏത് ആറളം പാമ്പിലടക്കം ഈ ജനവാസ മേഖലയിൽ കാട്ടാനി ഇറങ്ങിയ സാഹചര്യത്തിൽ അതിനെ തുരത്താൻ പടക്കങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണോ പടക്കം പൊട്ടി ഈ കുട്ടിയാനയ്ക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും ഈ ആനയ്ക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരിക്കുണ്ടോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. ദേവിക, പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മയക്കുവെടി വെച്ചതുകൂടി ആനയെ ക്ഷീണിതനാക്കിയിട്ടുണ്ടായിരുന്നു. ആന കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മരണം സംഭവിച്ചത് ഇത്രയും വേഗം തന്നെ മയക്കുവെടി വെച്ച് അല്ലെങ്കിൽ കൂടുതൽ ഫിസിക്കൽ എക്സേഷൻ ആനയ്ക്ക് ഉണ്ടായത് കൊണ്ടാണോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇന്നലെ എത്രയും പെട്ടെന്ന് ഈ ആനയെ പിടികൂടി ചികിത്സ നൽകുക എന്നൊരു തീരുമാനമായിരുന്നു വനംവകുപ്പ് അധികൃതരെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ഇതിനായി ഏതാണ്ട് ഉച്ചവരെ ഈ ആന പരിസരത്ത് ഒരു പരിഭ്രാന്തി പടർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടർന്ന് വൈകുന്നേരത്തോടുകൂടി വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം എത്തിയാണ് 5:30യോടുകൂടി ഈ കാട്ടാനയെ മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് മയക്കുവെടി വെക്കാതെ ഈ ആനയ്ക്ക് ചികിത്സ നൽകുക സാധ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് അത്തരമൊരു നിലപാടിലേക്ക് ഈ വനംവകുപ്പ് അധികൃതർ പോകുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് മയക്കുവെടി വെച്ച് ഇതിനെ വാഹനത്തിൽ കയറ്റുന്ന സമയത്താണ് ഈ ആന കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയുണ്ടായത്. അപ്പോൾ തന്നെ ഇതിന്റെ ശ്വാസം എടുക്കുന്ന അടക്കം വലിയ തോതിൽ കുറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ വലിയൊരു ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ടായിരുന്നു. തുടർന്നാണ് ആളം വളയഞ്ചാലുള്ള RRTയുടെ പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഈ ആനയെ കൊണ്ടുപോവുകയും ചെയ്ത് അവിടെ ചികിത്സയിലിരിക്കുകയാണ് രാത്രി ഒരു 9 മണിയോടുകൂടി ഈ കാട്ടാന കരിഞ്ഞത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് 11 സംഘത്തെ നിയോഗിച്ചിട്ടുമുണ്ട്. ആന ശരിയാനിടയാക്കിയ മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മലപ്പുറം കരുവാരക്കുണ്ട് കടുവയുടെ വ്യാജ വീഡിയോ പ്രചരിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. കരുവാരക്കുണ്ട് സ്വദേശി ജെറിനെയാണ് പോലീസ് പിടികൂടിയത്. വനംവകുപ്പിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. ജെറിൻ പ്രചരിപ്പിച്ച വ്യാജ വീഡിയോ ചില പ്രമുഖ മാധ്യമങ്ങളടക്കം വാർത്തയായി നൽകിയിരുന്നു. വിവരങ്ങളുമായി ശിവദാസ് കന്മനൊപ്പം ചേരുന്നു. ശിവദാസ്, താൻ ചെയ്തതാണ്, ഞാൻ ഈ ദൃശ്യം കണ്ടിരുന്നു. അതായത് സ്റ്റാറ്റസായി താൻ ഇട്ടു, ഒരു പ്രാദേശിക മാധ്യമപ്രവർത്തകരോ ഏജൻറ്റോ ആരോ വിളിച്ചു, ആ ദൃശ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു, അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ കുറച്ചുകൂടി വൃത്തിയാക്കി കൊടുക്കാമെന്ന് കരുതി എഡിറ്റ് ചെയ്ത് കൊടുത്തതാണെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. എന്താണ്? ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ സംഭവങ്ങൾ ഉണ്ടായത്. കരുവാരക്കുണ്ട് സ്വദേശിയായ ജെറിനെയാണ് ഇപ്പോൾ കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇയാൾ ഒരു വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. കടുവയ്ക്ക് മുൻപിൽപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ഇത്. അതായത് ഇയാൾ ജീപ്പിൽ ഇരിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങളോട് അടക്കം പറഞ്ഞത്. ജീപ്പിൽ ഇരിക്കുമ്പോൾ തൊട്ട് മുൻപിൽ കടുവ ഉണ്ടായിരുന്നു. പിന്നീട് ആ കടുവ ആക്രമിക്കുന്നില്ല, അതുകൊണ്ട് അതിന്റെ വീഡിയോ എടുത്തു. പിന്നീട് കടുവ കാട്ടിനുള്ളിലേക്ക് ഓടിപ്പോയപ്പോൾ യാത്ര തുടർന്നു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ് പ്രചരിപ്പിച്ചിരുന്നത്. ഈ വീഡിയോ പ്രമുഖ മാധ്യമങ്ങളിൽ അടക്കം വലിയ വാർത്തയായിരുന്നു, ചർച്ചയായിരുന്നു. പിന്നീട് നിലമ്പൂർ DFO ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിലാണ് ഇത് വ്യാജ വീഡിയോ ആണ്, ഇത് താൻ സ്വയം എഡിറ്റ് ചെയ്ത് നിർമ്മിച്ചതാണ് എന്ന് ഇയാൾ സമ്മതിച്ചത്. പഴയ ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്താണ് ഇയാൾ വ്യാജ വീഡിയോ ആയി പ്രചരിപ്പിച്ചത്. പിന്നീട് മാധ്യമങ്ങൾക്ക് അടക്കം മറ്റ് പ്രമുഖ മാധ്യമങ്ങളിൽ അടക്കം ഇത് വലിയ വാർത്തയായി തന്നെ വന്നിരുന്നു. ഈ സംഭവത്തിൽ നിലമ്പൂർ DFO ഇവരെ ചോദ്യം ചെയ്യുകയും അതിനുശേഷം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. കാരണം ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു, അതുകൊണ്ട് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യണം. കാരണം ജനങ്ങൾ നിലവിൽ തന്നെ വലിയ ഭീതിയിലാണ് ഉള്ളത്. കാരണം ഈ പ്രദേശം വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ് കരുവാരക്കുണ്ടും നിലമ്പൂർ മേഖല അടക്കമുള്ളവ. ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചോ അത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയതെന്ന് നിലമ്പൂർ DFO പറഞ്ഞു. പിന്നീട് കരുവാരക്കുണ്ട് പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയിലാണ് ജെറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശിവദാസ് കന്മന.
7 ഹൂതി വിമതർക്ക് ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക. ഹൂതി വിമതരെ ഭീകരരായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നടപടി. വിമതർക്ക് വേണ്ടി ആയുധക്കടത്ത് നടത്തിയവർക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒമാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂതി വിമത നേതാവും ഭീകര സംഘടനാ വക്താവുമായ മുഹമ്മദ് അബ്ദുൾ സലാം, സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ അധ്യക്ഷൻ ബഹ്ദി മുഹമ്മദ് ഹുസൈൻ അൽ മാപ്പാത്ത് ഉൾപ്പെടെയുള്ള ഭീകരരാണ് വിലക്കിയിരിക്കുന്നത്. 2023 മുതൽ 100ഓളം കപ്പലുകൾക്ക് നേരെയാണ് ഹൂതി വിമതർ ചെങ്കടലിൽ ആക്രമണം നടത്തിയത്. വിവരങ്ങളുമായി ഐസൻ ജോസഫും ചേരുന്നു. ഐസൻ പറയും. അമേരിക്ക വിലക്കിയ 7 പേരിൽ 2 പേരുടെ പേരുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുപ്രീം കൗൺസിലിൻ്റെ അധ്യക്ഷൻ മഹ്ദി മുഹമ്മദ് ഹുസൈൻ അൽ മഷാത്ത് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ വക്താവായ മുഹമ്മദ് അബ്ദുൾ സലാമുമാണ്. ഇവർ 2 പേരും ഈ ആയുധക്കടത്ത് നമുക്കറിയാവുന്നതാണ്. യമനിലെ വ്യവസ്ഥാപിത ഭരണകൂടത്തിന് പുറമേ യമനിലെ ഹൂതികൾ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളുണ്ട്. നമുക്ക് നിരവധിയായ വിഷയങ്ങൾ അക്കാര്യത്തിൽ അറിയാൻ സാധിക്കും. ഈ അടുത്ത ദിവസങ്ങളിൽ വളരെയധികം വാർത്തകളിൽ ചർച്ചയായ നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച വിഷയങ്ങളിലെല്ലാം തന്നെ നിമിഷപ്രിയ ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുന്നത് ഹൂതി നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ നയതന്ത്രം സാധ്യമാകാത്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയൊരു ഭാഗം തന്നെ ഹൂതി വിമതർ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടേക്ക് ആയുധങ്ങൾ കടത്തുകയും അനധികൃതമായി, അതായത് ലോകം അംഗീകരിക്കാത്ത ഒരു മിലീഷ്യയായി അവിടെ നിലനിൽക്കുന്നൊരു പ്രദേശമാണത്. അത്തരത്തിൽ മിലീഷ്യയായി നിലനിൽക്കുന്ന പ്രദേശത്തിൻ്റെ ഭീകരമായ സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടി ആയുധങ്ങൾ എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയ, അന്താരാഷ്ട്ര തലത്തിൽ നീക്കങ്ങൾ നടത്തിയ 7 പേരെയാണ് ഇപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയുമായി ബന്ധമുള്ള രാജ്യങ്ങളിലേക്കും അവർ സഞ്ചരിക്കുന്നത് തടയാനും അത്തരത്തിലുള്ള അവരുമായി നയതന്ത്ര ബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളോ തുടരുന്നത് തടയാനുമുള്ള ഒരു നീക്കമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങളിൽ നമുക്കറിയാവുന്നതാണ്. ഹൂതി വിമതർ ചെങ്കടലിൽ നടത്തിക്കൊണ്ടിരുന്ന അതിശക്തമായ ആക്രമണങ്ങൾ, നിരവധി കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അമേരിക്കൻ കപ്പലുകൾക്കെതിരെയും ഭാരതത്തിൻ്റെ കപ്പലുകൾക്കെതിരെ പോലും ആക്രമണം നടത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതേസമയം ചൈനയുടെ കപ്പലുകളെ വിട്ടുകൊടുക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ട് എന്ന ചില സൂചനകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കപ്പലുകളെ ആക്രമിക്കുന്ന ചെങ്കടലിലെ ആ ഒരു ശൈലി കൃത്യമായി പിന്തുടരുകയും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ആ പ്രദേശത്ത് വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ലോകം മുഴുവനുമുള്ള ഈ ചരക്ക് ഗതാഗതം, കപ്പൽ ഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൂതി വിമതരെ ഭീകരരായി പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ്, അവരെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ നടപടികളും മുന്നോട്ട് വരുന്നത്. 7ഓളം പേരെ ഉപരോധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 7ഓളം പേർക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഇടപാടുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപാടുകളെല്ലാം തന്നെ കൃത്യമായി തടയുക എന്നത് തന്നെയാണ് അവരുടെ നീക്കമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഹൂതി വിമതർ ഭീകരരായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഭീകരരെ പട്ടികയിൽപ്പെടുത്തിയ ഹൂതി വിമതർക്ക് നേരെ കണിശമായ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. ഒരു പരിധിവരെ ചെങ്കടലിലേക്ക് മെഡിറ്ററേനിയനിലും മറ്റും വിന്യസിച്ചിരിക്കുന്ന സൈനിക കപ്പലുകൾ എത്താനുള്ള സാധ്യത, ചെങ്കടലിലെ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിന് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ നേരത്തെ തന്നെയുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളിൽ കാര്യമായൊരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഉപരോധം ശക്തമായി നടപ്പാക്കുമെന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. കൃഷ്ണരാജ്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി കൊല്ലത്തേക്ക് ചേരുമ്പോൾ CPM പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. ടൗൺ ഹാളിൽ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കും. അതേസമയം CPM സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അപ്രഖ്യാപിത വിലക്ക് നേരിടുന്ന മുകേഷ് MLA കൊല്ലത്തില്ല. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, എന്തൊക്കെ നിർണായക കാര്യങ്ങളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുക്കുക? അതോടൊപ്പം തന്നെ മുകേഷ് MLA, കൊല്ലത്തെ MLA കൂടിയായ മുകേഷ് ഇന്ന് സ്ഥലത്തില്ല എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ. ദേവിക, സമ്മേളനത്തിന് മുന്നോടിയായാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുക. അത് സ്വാഭാവികമായും ഉള്ള കാര്യം തന്നെയാണ്. അതിൽ പങ്കെടുക്കാനായി രാവിലെ തന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എന്തായാലും അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കാനായി നേതാക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശ് കാരാട്ടാണ് ഇന്ന് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. തുടർന്ന് സംഘടനാ റിപ്പോർട്ട് അവതരണവും അതോടൊപ്പം തന്നെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രി നയരേഖ അവതരിപ്പിക്കുകയും ചെയ്യും. എന്തായാലും ഇതിന്മേലൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടാകും. അത് തന്നെയാണ് രാവിലെ മുതലേ സൂചിപ്പിച്ചിരുന്നത്. ഈ സംഘടനാ റിപ്പോർട്ടിൽ BJPയുടെ വളർച്ചയെക്കുറിച്ചൊക്കെ ഗൗരവപരമായി കാണണമെന്നുള്ള കാര്യമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകളുണ്ടാകും, വിമർശനങ്ങൾ ഉയരും. അതോടൊപ്പം തന്നെ ഈ നയരേഖയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നയരേഖയിലുള്ള കാര്യങ്ങൾ പ്രാവർത്തികമായോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളുണ്ടാകും. എന്തായാലും അതൊക്കെ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പ്രതിനിധി സമ്മേളനത്തിനായുള്ള പ്രതിനിധികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്.
530 പ്രതിനിധികളാണുള്ളത്. അതായത് 486 പ്രതിനിധികളും 44 ഈ അതിഥികളും നിരീക്ഷകരുമാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. നിരവധി നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുകേഷ് എം എൽ എ സംബന്ധിച്ചിടത്തോളം ഈ ലൈംഗിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതോടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പരിപാടിയിൽ നിന്നും ഈ ഒരു വിലക്ക് അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്മേൽ തന്നെ അദ്ദേഹം ഈ അനുബന്ധ പരിപാടികളിലൊന്നും പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് സംബന്ധിച്ചിടത്തോളം മുകേഷ് എം എൽ എ ഈ ഒരു കൊല്ലത്തില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അദ്ദേഹം ഈ സ്ഥലത്തില്ല എന്നുള്ളത് രാവിലെ മുതൽ തന്നെ ചർച്ചയായിരുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ അദ്ദേഹം ഈ CPM-ന്റെ അനുബന്ധ പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് CPM-ന്റെ സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ ഈ ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അല്പസമയത്തിനകം തന്നെ ഈ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. പ്രധാനമായും ഇതിൽ പറയുവാനുള്ളത് ഈ സംഘടനാ റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് BJPയുടെ വളർച്ച കേരളത്തിൽ അത് നിർണായകമാണ്. അതോടൊപ്പം തന്നെ CPM-ന്റെ പല ശക്തി കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ വോട്ട് ചോരുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നയരേഖയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും ഒക്കെ നടക്കും. എന്തായാലും ഈ സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ, അതായത് കഴിഞ്ഞ ദിവസം പതാക ജാഥ, കൊടിമര ജാഥ എല്ലാം അങ്ങനെ തന്നെ നടക്കുമ്പോൾ മുകേഷ് MLA ഇവിടെ ഒരിടത്തും ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് പാർട്ടി MLA കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറേയധികം പേർ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന്. എന്നാൽ അദ്ദേഹം ഇവിടെ ഇല്ല എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങളൊക്കെ ഇനി പ്രതിനിധി സമ്മേളനവും അതോടൊപ്പം തന്നെ മറ്റ് പൊതുചർച്ചയും ഒക്കെ നടക്കുന്ന സമയത്ത് ലഭിക്കും. എന്തായാലും ഇന്ന് നടക്കുന്ന ഈ ഒരു പ്രതിനിധി സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ്. അതിൽ പങ്കെടുക്കുവാനുള്ള പ്രതിനിധികളൊക്കെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ ടൗൺ ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളോട് ഈ സംസ്ഥാന സെക്രട്ടറി അടക്കം പ്രതികരിച്ചിരുന്നു പല കാര്യങ്ങളും. അതായത് പ്രായപരിധിയാണ് ഈ സമ്മേളനത്തിൽ മറ്റൊരു കാര്യം. അതായത് 75 വയസ്സ് പൂർത്തിയായ നേതാക്കളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കും എന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിൽ 75 വയസ്സ് പൂർത്തിയാകുന്നവരെ കൃത്യമായും ഒഴിവാക്കും. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും 3 നേതാക്കളാകും ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സമിതിയിൽ നിന്നും 4 നേതാക്കളും ഒഴിവായേക്കും. അതേസമയം തന്നെ മറ്റൊരു കാര്യം, ഈ കണ്ണൂരിൽ നിന്നുള്ള ഈ P ജയരാജനെ ഇത്തവണ പാർട്ടി പരിഗണിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനു പകരം വരുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയാണ്. P ശശി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത്തരത്തിലൊരു ചേരിപ്പോര് വീണ്ടും രൂക്ഷമാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഇനി നടക്കും. ഈ പ്രായപരിധിയുടെ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ തീരുമാനമുണ്ടാകും. അതേസമയം ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം, കാരണം ജില്ലാ സമ്മേളനങ്ങളിലടക്കം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതായത് പല കാര്യങ്ങളിലും ഈ കഴിഞ്ഞ തവണ എറണാകുളത്ത് സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള നയരേഖയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നടപ്പിലായോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തന്നെയാണ്. അതോടൊപ്പം അതായത് നവകേരളത്തിലേക്കുള്ള പുതുവഴികൾ എന്ന പേരിലാണ് ഈ ഒരു നയരേഖ അവതരിപ്പിക്കുന്നത്. ആ നയരേഖയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, എറണാകുളം സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള നയരേഖയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയാകും. അതിൽ എത്തരത്തിലാണോ കാര്യങ്ങൾ വിഭാവനം ചെയ്തിരുന്നത് അതൊക്കെ തന്നെ പ്രാവർത്തികമാകുമോ എന്നുള്ള കാര്യം അത് ജില്ലാ സമ്മേളനങ്ങളിലടക്കം ചർച്ചയായിരുന്നു. കാരണം പല കാര്യങ്ങളും, അതായത് പരമ്പരാഗത വ്യവസായവുമായി ഒക്കെ ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഇത്തരത്തിൽ നയരേഖയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ പ്രാവർത്തികമാകാതെ അതോടൊപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നു. അപ്പോഴേക്കും കൊല്ലം MLA കാണാനില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്. SFIക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രി G സുധാകരൻ്റെ കവിത. യുവതയിലെ കുന്തവും കുടച്ചക്രവും എന്ന പേരിലാണ് കലാകൗമുദിയിൽ കവിത പ്രസിദ്ധീകരിച്ചത്. ദേവിക, ഈ കുന്തവും കുടച്ചക്രവും മന്ത്രി സജി ചെറിയാനായിട്ടൊരു ട്രോളാണോ എന്ന സംശയവുമുണ്ട്. കവിതയിൽ SFI എന്ന് നേരിട്ട് പറയാതെ പ്രതീകങ്ങളിലൂടെയാണ് പരിഹാസവും വിമർശനം. ഞാൻ നടന്നുപാസിച്ച വിപ്ലവ കലാസ്ഥാപനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് G സുധാകരൻ കവിത തുടങ്ങുന്നത്. SFIയുടെ മുദ്രാവാക്യത്തെപ്പറ്റി കവിതയിൽ പരാമർശമുണ്ട്.
സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ നേരായി വായിക്കാൻ ക്ഷമയില്ലാത്തവരെന്ന് SFIയെ വിമർശിക്കുന്നു. കൂടാതെ SFI കാലക്കേടിന്റെ ദുർഭൂതങ്ങളെന്നും ആസുരവീരന്മാരാണെന്നും ആക്ഷേപിക്കുന്ന കവിതയിൽ കൊടിപിടിക്കാൻ വന്നു കൂടിയവരിൽ കള്ളത്തരം കാണിക്കുന്നവരുണ്ടെന്നും പറയുന്നുണ്ട്. തന്റെ സഹോദരന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പറയുന്ന G. സുധാകരൻ കല്ലെറിയുന്നവർക്ക് രക്തസാക്ഷി കുടുംബത്തിന്റെ വേദന അറിയില്ല എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. മരിച്ചാൽ പോലും ക്ഷമിക്കില്ലെന്നും പറയുന്നു. മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ അധിക്ഷേപിച്ച് നടത്തിയ കുന്തവും കുടച്ചക്രവും എന്ന പ്രയോഗമാണ് കവിതയുടെ പേര് തന്നെ. SFI സമ്മേളനം കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ചില നേതാക്കൾ സുധാകരനെ പരോക്ഷമായി വിമർശിച്ചത് ചർച്ചയായിരുന്നു. ജനം, ആലപ്പുഴ. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോവിച്ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK Hospital, touching human lives. എടപ്പള്ളി, ട്രിവാൻഡ്രം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ 2ാം ദിവസമായി ഇന്ന് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് നിരവധി ഭക്തരാണ്. ദൂരദേശത്ത് നിന്നും ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. പ്രശാന്ത് ചങ്കരമംഗലത്തെ ക്ഷേത്ര പരിസരത്ത് നിന്ന് ചേരുകയാണ്. പ്രശാന്ത്, നമുക്കറിയാം ഇനിയുള്ള കാലങ്ങൾ അനന്തപുരി യാഗശാലയാകാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അതിന് മുന്നോടിയായി തന്നെ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നതെന്നറിയാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴാണ് നട അടയ്ക്കുക, അല്ലെങ്കിൽ അന്നദാനം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? ദേവിക പറഞ്ഞതുപോലെ അനന്തപുരി അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം പൊങ്കാല നടക്കാൻ ഇനി 10 ദിവസം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ആ പൊങ്കാലയോടനുബന്ധിച്ച് തന്നെ അനന്തപുരിയുടെ ഓരോ മണ്ണും യാഗശാലയായി മാറിയിരിക്കുകയാണ്. അവിടെയെല്ലാം നമുക്കറിയാം ഈ പൊങ്കാലയ്ക്ക് മുമ്പായി തന്നെ മൺകട്ടകളും കലങ്ങളും എല്ലാം കൊണ്ടുവന്ന് നേരത്തെ തന്നെ വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. നിലവിൽ ഇപ്പോൾ അനന്തപുരി ഒന്നാകെ യാഗശാലയായി മാറുന്നൊരു കാഴ്ചയാണ്. ഇവിടേക്ക് യജ്ഞഭൂമിയിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്ര പരിസരത്താണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് നേരത്തെ രാവിലെ നമ്മൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. നിറയെ ഭക്തജനങ്ങൾ, ഒരുപാട് ഭക്തജനങ്ങൾ, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. 8 മണി പിന്നിടുമ്പോഴും ആ തിരക്കിന് ഇവിടേക്ക് കുറവൊന്നുമില്ല. നിരവധി ഭക്തരാണ്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ ഒരു സൗകര്യം കണക്ക് എടുത്തുകൊണ്ട് ദർശനത്തിനുള്ള സൗകര്യങ്ങളും വിപുലമായിട്ട് തന്നെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസമാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. വാദ്യമേളങ്ങളും ദേവീമന്ത്രധ്വനികളും മുഴങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് കൂപ്പുകൈകളോടെ ഈ ആചാരവെടികൾ മുഴങ്ങുകയും ഭക്തിസന്ദ്രമായ അന്തരീക്ഷത്തിൽ കാപ്പ് കെട്ടിക്കൊണ്ട് ചടങ്ങിന് തുടക്കം കുറിച്ചത്. തുടർന്നിങ്ങോട്ട് ഓരോ ആചാര അനുഷ്ഠാനപരമായിട്ടുള്ള ഓരോ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളെല്ലാം നിന്നു. തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലടക്കം ചടങ്ങുകൾ നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടന്നു വരികയാണ്. ഇപ്പോഴും വലിയ ഒരു തിരക്ക് ഇവിടേക്ക് ഭക്തർ ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വൈകാരികമായൊരു അവസ്ഥ കൂടിയാണ് ആറ്റുകാൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ആറ്റുകാൽ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇവിടേക്ക് എത്തുന്ന, സ്ത്രീകളായ ഭക്തർ, അമ്മമാർ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു ആശ്രയ കേന്ദ്രം കൂടിയാണ് ഈ ആറ്റുകാൽ ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ വിശേഷണങ്ങളിലൂടെ പറയാറുണ്ട് നമ്മൾ. ആ ഒരു അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്മമാർ ഒരുപാട് ദൂരത്തു നിന്നും ഇവിടേക്ക് എത്തിച്ചേരുകയും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. തോറ്റംപാട്ട് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അമ്മയുടെ തോറ്റം പാടി ഉറക്കെ പാടുന്നുണ്ട് കലാകാരന്മാർ. അതിൻ്റെ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. മറുവശത്ത് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ആചാര അനുഷ്ഠാന സംബന്ധമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ നാരങ്ങ വിളക്കുകൾ അടക്കമുള്ള വഴിപാടുകളും നടക്കുന്നുണ്ട്. എന്തായാലും വലിയ ഒരു ആത്മനിർവൃതിയിലാണ് ഭക്തർ. ഓരോരുത്തരും ഇവിടെ വന്ന് പോകുമ്പോൾ, അമ്മയെ കണ്ട് തൊഴുത് അമ്മയുടെ ദർശന സായുജ്യം ലഭിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മനിർവൃതി, മനസ്സിൻ്റെ ഒരു ശാന്തത, അത് വലുതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മുഖം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു ജന്മസാഫല്യമാണ്. കാരണം ഒരു പൊങ്കാലക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാത്തിരിപ്പാണ്. കാരണം അടുത്ത ഒരു പൊങ്കാലക്കാലത്തേക്കുള്ളൊരു കാത്തിരിപ്പ് കൂടിയാണ്. പെട്ടെന്ന് അടുത്ത പൊങ്കാലക്കാലം ഉണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹവും അവരുടെ ഒരു ഇച്ഛയും ഒക്കെയാണ്. ആത്മസമർപ്പണം കൂടിയാണ് പൊങ്കാല എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ നേദ്യം ദേവിയുടെ മുമ്പിൽ അർപ്പിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് അമ്പലത്തിൻ്റെ ഒരു മുറ്റത്ത് നടക്കുന്ന ഒരു ചടങ്ങ്, ആ ചടങ്ങ്
അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതായത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് അനന്തപുരി ഒന്നാകെ ക്ഷേത്രത്തിൻ്റെ മുറ്റമാകുന്ന ക്ഷേത്രത്തിൻ്റെ പരിസരമാകുന്നൊരു അനുഭവമാണ്, ഒരു അവസ്ഥയാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. കാരണം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് കിലോമീറ്റർ, അത് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് കിലോമീറ്ററുകൾക്ക് അപ്പുറം വരെ നീണ്ടു നിൽക്കുന്നൊരു നിരയാണ് ഈ പൊങ്കാലയ്ക്കായി അമ്മമാരുടെ ഒരു നിര നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ക്ഷേത്രം അതായത് ക്ഷേത്രം തൊട്ട് ഈ അനന്തപുരിയുടെ മണ്ണ് ഒന്നാകെ ക്ഷേത്രത്തിൻ്റെ മുറ്റവും അമ്മയുടെ പുണ്യസ്ഥാനമാകുന്നൊരു കാഴ്ചയാണ് ഇവിടെ ഈ പൊങ്കാലയോടനുബന്ധിച്ച് നമുക്ക് പങ്കുവയ്ക്കാനും കാണാനും ഒക്കെ കഴിയുക. അതുപോലെ തന്നെ പവിത്രമാണ് ക്ഷേത്രവും. ഉത്സവം കഴിഞ്ഞാൽ തന്നെ നിരവധി അമ്മമാരും അതോടൊപ്പം തന്നെ ഭക്തരും ഇവിടേക്ക് ഒഴുകിയെത്തും. അമ്മയെ കണ്ട് ദർശനം നേടുന്നതിന് വേണ്ടിയിട്ട് ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയും വഴിപാടും സമർപ്പിക്കുന്നതിന് വേണ്ടിയും ഒരുപാട് ആളുകൾ, നിരവധി പേരെടുത്ത് ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹം പലതാണ്. അവർ പറയാം സങ്കടം ഉണർത്തിക്കാനും അവരുടെ വികാരങ്ങൾ അമ്മയോട് പങ്കുവയ്ക്കാനും പല ആവശ്യങ്ങൾ പറയുവാനും എല്ലാം ആയിട്ടാണ് ഈ ആളുകൾ ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. നമ്മൾ നാടൻ ഭാഷ അല്ലെങ്കിൽ പ്രയോഗങ്ങളിലൂടെ എല്ലാം പറഞ്ഞാൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മ എന്നൊരു സങ്കല്പം, ആ ഒരു സങ്കല്പം തന്നെയാണ് ഓരോ ഭക്തർക്കും പറയാനുള്ളത്, അമ്മയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അതായത് ഒരു പൊങ്കാല സമയത്ത് മാത്രമല്ല, അല്ലാതെ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ ഉണ്ടാകാറുള്ളത്. അത് പൊങ്കാലയോട് അനുബന്ധിച്ച് വരികയാണെങ്കിൽ, പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ച് വരുമ്പോൾ അതിൻ്റെ 10 മടങ്ങായി അത് വർദ്ധിക്കുകയും ചെയ്യും. ദേശാന്തരങ്ങൾ താണ്ടി ഇവിടേക്ക് എത്തുകയും ചെയ്യും. ഈ ദർശനം നേടുന്നതിനായിട്ട്, ദർശന സായുജ്യം അടയുന്നതിനായി ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്യും. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നാറില്ല, അല്ലെങ്കിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നതിലോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാകാറില്ല. അവരാരോടും പരാതിയോ പരിഭവമോ ഒന്നും പറയാതെ അവരുടെ എല്ലാം മനസ്സിലുള്ള ഒരേ ചിന്ത എന്ന് പറയുന്നത് അമ്മയെ കാണുക, ആ ദേവിയുടെ ദർശനം നേടുക, സായുജ്യമടയുക എന്നൊരൊറ്റ ചിന്ത മാത്രമാണുള്ളത് മനസ്സിൽ. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ഇതിന് ചുറ്റും വരുന്ന പ്രതിബന്ധങ്ങൾ അവർക്ക് ഒരു ബാധയായി വരികയില്ല, അല്ലെങ്കിൽ അവരെ ബാധിക്കുകയില്ല. ആ ഒരൊറ്റ സങ്കല്പത്തിൽ മനസ്സിൽ അമ്മയെ സങ്കല്പിച്ചുകൊണ്ട് ആ ആത്മനിർവൃതി, അമ്മയുടെ അനുഗ്രഹം നേടിക്കുക, അമ്മയുടെ അനുഗ്രഹം നേടുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ്. ആ ഒരു ചിന്തയോട് കൂടി തന്നെയാണ് ഇവർ എല്ലാവരും ഓരോ മനസ്സിൽ ഹൃദയത്തോട് കരം ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയെ കാണാനായി, അമ്മയുടെ ദർശനം നേടുവാനായി പോകുന്നത്. നിറയെ ഭക്തർ അമ്മമാർ ഇവിടേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും അതിൻ്റെ ഒരു പവിത്രതയും വർദ്ധിക്കുന്നൊരു കാഴ്ച നമുക്കറിയാം. പല സ്ഥലങ്ങളിൽ നിന്നും പലതായിട്ട് അഭിപ്രായങ്ങൾ വരുമ്പോൾ പോലും ആറ്റുകാലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആറ്റുകാലിൻ്റെ പവിത്രതയ്ക്ക് യാതൊരു കോട്ടവും തട്ടാറില്ല. ഓരോ ദിവസവും കഴിയുമ്പോഴും അതിൻ്റെ ആ ഒരു പവിത്രത വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാനും സാധിക്കും. അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതൊരു വലിയ ഒരു പുണ്യനിമിഷം കൂടിയാണ്. ക്ഷേത്ര നഗരിയാണ് അനന്തപുരി എന്ന് പറയുന്നത്. അത് പത്മനാഭസ്വാമി ആയാലും ശരി, അതുപോലെ തന്നെ പഴവങ്ങാടി ഗണപതി ഭഗവാനായാലും ശരി, ചെന്തിട്ടദേവി ആയാലും ശരി, അങ്ങനെ ഇനി പറയുകയാണെങ്കിൽ അവിടെ ഒരു അമ്പലങ്ങളുടെ ഒരു നഗരിയും ഒരു പുണ്യനഗരി കൂടിയാണ് അനന്തപുരി എന്ന് പറയുന്നത്. അത് ആ അനന്തപുരിയുടെ പത്മനാഭനും സ്വാമിക്ക് പിന്നാലെ ഒരു തിലകക്കുറിയായിട്ട് തന്നെയാണ് ആറ്റുകാൽ അമ്മയും ഈ അനന്തപുരിയുടെ മണ്ണിൽ സ്ഥിതി ചെയ്യുന്നത്. വലിയ ഒരു ആനന്ദലഹരി കൂടിയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് അനുഭവിച്ചറിയാനും കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്മ എന്നൊരു സങ്കല്പം കൂടിയാണ്, നമ്മൾ ദേവിയെ അമ്മ എന്നൊരു സങ്കല്പത്തിൽ കൂടിയാണ് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആശ്രയ കേന്ദ്രവും അഭയ കേന്ദ്രവുമായിട്ട് അമ്മ മാറുന്നത്. ഓരോ മനുഷ്യൻ്റെയും മനസ്സിലേക്കൊരു എത്രത്തോളം നമ്മൾ അമ്മ എന്ന ആ സങ്കല്പം കൊണ്ട് തന്നെയാണ് അമ്മയെ എന്നത് വിളിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വൈകാരികമായ ഒരു ആത്മബന്ധം ഈ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടേക്ക് ഉത്സവത്തിൻ്റെ തിരക്കുകൾ ആരംഭിക്കുകയാണ്. ചടങ്ങുകൾ ഒരിടത്ത് പുരോഗമിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂജയും അടക്കമുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തരുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് തന്നെ ദർശനത്തിൻ്റെ സമയക്രമത്തിലടക്കം അവർ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളുമുണ്ട്. അതോടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് ഇവിടെ തന്നെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്ത്രീകൾ തന്നെ ഏറ്റവും കൂടുതൽ എത്തുന്നത് കൊണ്ട് തന്നെ വനിതാ പോലീസിൻ്റെ ഒരു സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയും. നിറയെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് ഈ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. അവരവരുടെ കർത്തവ്യത്തിൽ നിൽക്കുകയും ചെയ്യുകയാണ്. കാരണം അത്രത്തോളം സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഒരുപാട് അമ്മമാരെത്തുന്ന സ്ഥലം, വനിതകളെത്തുന്ന സ്ഥലം, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. മാത്രമല്ല മറ്റെന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾക്കായിട്ടുള്ള സജ്ജീകരണങ്ങളും ഫയർഫോഴ്സിൻ്റെ ആയാലും മറ്റ് സജ്ജീകരണങ്ങൾ, പോലീസിൻ്റെ അടക്കം സജ്ജീകരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഹരിത കർമ്മസേന അടക്കമുള്ളവർ മറ്റ് കാര്യങ്ങൾക്കുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. എന്തായാലും ഉത്സവത്തിൻ്റെ 2ാം നാൾ ആയതേ ഉള്ളൂ. ഇന്ന് 2ാം ദിവസമാണ്. ആ 2ാം ദിവസം കടക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ഒരു വലിയ തിരക്ക് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? എല്ലാ ദിവസവും വരാറുണ്ടോ? മാസം തോറും ചിലപ്പം വരും. പൊങ്കാല ഇടുന്നത് എവിടെയാ? പൊങ്കാല ഇടാൻ തരണപ്പറമ്പിൽ, അവിടെ ചാലയിൽ. ചേച്ചി
ഞാൻ പ്രാവശ്യമ്പലം ഇല്ല, കഴിഞ്ഞ ഒരാഴ്ച വന്ന് ദിവസം വരാറുണ്ട്. അമ്മ അടുത്ത താമസിക്കുന്ന അവിടുന്ന് പൊങ്കാല ഇടുന്നത് എല്ലാ വർഷവും. അമ്മ ഇവിടെ ചരിവലം മുടിക്കും. എങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ ചെറിയൊരു മനസ്സമാധാനമുണ്ട്, ഐശ്വര്യമുണ്ട്. എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ട്? എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ട്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങുമ്പോൾ ഒരു വലിയ ആത്മനിർവൃതി കൂടിയാണ് ഇവർക്ക് ഉണ്ടാകാറുള്ളത്. എവിടെ നിന്നാണ് എത്തുന്നത്? കൊല്ലം ചവറ. കൊല്ലം ചവറ പൊങ്കാലയ്ക്ക് വരണം. അതിന് മുമ്പേ വന്ന് തൊഴുതോട്ട് പോകെങ്കിലേ പൊങ്കാല പിന്നെ പുറത്തുനിന്ന് കിട്ടാതെയല്ലോ. അപ്പൊ ഭയങ്കര തിരക്കല്ലേ, അതിന് വന്നതാ. എല്ലാ വർഷവും ഇവിടെ എല്ലാ വർഷവും വരുന്നയാ. എവിടെയാ പൊങ്കാല ഇടാറുള്ളത്? ക്ഷേത്രത്തിനടുത്ത് തന്നെയാ, അപ്പുറത്തൊരു വീട്ടിന്റെ അടുത്താ. അത് തന്നെയാണ് ഇവർ നേരത്തെ വന്ന് ദേവിയുടെ ദർശനം വാങ്ങിപ്പോകും. അങ്ങനെയും ആളുകളുണ്ട്. കാരണം പൊങ്കാല സമയത്ത് ഈ ദർശനം അസാധ്യമാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കായിരിക്കും. അത് എനിക്ക് തോന്നുന്നു പൊങ്കാലയ്ക്ക് ഒരാഴ്ച മുൻപ് തന്നെ കല്ലുകളൊക്കെ പിടിച്ചിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. രണ്ടാഴ്ച മുൻപ് കവടിയാർ ഭാഗത്ത് ഇപ്പോൾ തന്നെ പേരെഴുതി പേപ്പർ ഒട്ടിച്ചേക്കുവാണ് പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ തന്നെ എത്രയോ പേർ വന്ന് ഇപ്പോഴേ തങ്ങുന്നുണ്ടാവും. എല്ലാ ദിവസവും തൊഴുത് എല്ലാ ദിവസവും അവിടുത്തെ കലാപരിപാടികളൊക്കെ കണ്ട് സന്തോഷത്തോടെ അവിടെ തന്നെ കിടന്നുറങ്ങുന്നവരുണ്ടാകും, ബന്ധുക്കളുടെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നവരുണ്ടാകും. ഏതായാലും ഇതൊരു സ്ത്രീകളുടെ ഉത്സവം തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. എന്തായാലും പ്രശാന്ത് ശങ്കരമംഗലത്താണ് ക്ഷേത്ര പരിസരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തരാഖണ്ഡിൽ ശൈത്യകാലത്ത് ഗംഗാദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന മുഖ്വയിൽ അദ്ദേഹം പ്രാർത്ഥനയും പ്രത്യേക പൂജകളും നടത്തും. തുടർന്ന് 10 മണിയോടെ ഹർസിലിൽ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും. ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് UAE വ്യവസായ ആധുനിക സാങ്കേതിക വിദ്യ മന്ത്രാലയം മേക്ക് ഇറ്റ് ഇൻ ദ എമിറേറ്റ് എന്ന പേരിൽ റമദാൻ മാർക്കറ്റ് ആരംഭിച്ചു. അൽ ഖുവൈനിലാണ് മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. UAE ഈ വർഷം ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയായി ആഘോഷിക്കുന്നതിന് അനുബന്ധമായാണ് വിപണി പ്രവർത്തിക്കുന്നത്. റമദാനിലെ ആദ്യ 2 ആഴ്ചകളിൽ മാർക്കറ്റ് പ്രവർത്തിക്കും. ദേശീയ ഉൽപ്പാദനവും ഉൽപ്പന്നങ്ങളും പിന്തുണയ്ക്കുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധതയാണ് റമദാൻ മാർക്കറ്റ് ഉയർത്തിപ്പിടിക്കുന്നതെന്ന് UAE വ്യവസായ ആധുനിക സാങ്കേതിക വിദ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഉമർ അൽ സുവൈദി പറഞ്ഞു. Of community, and it is from the manufacturers to the community. The main objective also of this initiative is to raise awareness within our community of the competitiveness and also the quality of the local products manufactured here in the UAE. The second objective is giving back to the community from these manufacturers. UAE ഭരണാധികാരികൾക്ക് റമദാൻ ആശംസകൾ നേർന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ദുബായ് യൂണിയൻ ഹൗസിലെ അൽമുദൈഫ് മസ്ജിദിൽ ഒരുക്കിയ ഇഫ്താർ വിരുന്നിലാണ് MA യൂസഫ് അലി ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തിയത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് യൂസഫ് അലി ആശംസകൾ നേർന്നു. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായ് ഉപഭരണാധികാരി ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തുടങ്ങിയവരുമായും കൂടിക്കാഴ്ച നടത്തിയ MA യൂസഫ് അലി ആശംസകൾ കൈമാറി. പുത്തൻപുലരി അവസാനിക്കുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.